ലോകശാസ്ത്രം അനുദിനം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു. ഒരിക്കൽ ആഴിയെ കണ്ട് അറച്ച മനുഷ്യൻ ഇന്ന് ആകാശത്തെയും കീഴടക്കിക്കൊണ്ട് തൻ്റെ ജൈത്രയാത്ര തുടരുന്നു. മനുഷ്യൻ പുരോഗതിയുടെ പടവുകൾ ഓരോന്നോരോന്നായി ചവിട്ടിക്കയറുമ്പോഴും മനുഷ്യ സമുദായത്തിന് ഭീഷണി ഉയർത്തുന്ന നിരവധി പ്രശ്നങ്ങൾ നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹം അനുഭവിക്കുന്നു, അഭിമുഖീകരിക്കുന്നു. ഇതൊക്കെ ഒരു വസ്തുതയാണ്. കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് ലോകാരോഗ്യ സംഘടനയുടെ ഒരു പ്രത്യേക മീറ്റിംഗ് ജനീവ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുവാനിടയായി. ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധമുള്ള സകല രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഒരുമിച്ച് ഒരു 7 ദിവസത്തെ യോഗം നടക്കുക. യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം തന്നെ ലോകം നേരിടുന്ന വെല്ലുവിളികൾ എന്നുള്ളതായിരുന്നു. ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധമുള്ള സകല രാജ്യത്തിൻ്റെയും പ്രതിനിധികൾ ഒരുമിച്ചിരുന്ന് 7 ദിവസം ഒരേ വിഷയത്തെക്കുറിച്ച് തന്നെ ചർച്ചകൾ നടക്കുന്നു. ലോകം നേരിടുന്ന വെല്ലുവിളികൾ. ഇന്ത്യയുടെ പ്രതിനിധികൾ ആ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നു. അമേരിക്കയുടെ പ്രതിനിധികൾ ആ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നു. ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധമുള്ള സകല രാജ്യങ്ങളുടെയും പ്രതിനിധികൾ അവർക്ക് ലഭിച്ച അവസരത്തിൽ അവരവരുടെ രാജ്യം നേരിടുന്ന പ്രശ്നം ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണെന്ന് അറിയിക്കുവാൻ ഇങ്ങനെ ബന്ധപ്പെടുകയാണ്. ഇന്ത്യക്കാരോട് മീറ്റിങ്ങിൻ്റെ സംഘാടകർ ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ? അപ്പോൾ ഇന്ത്യക്കാർ പറഞ്ഞു, മറ്റൊന്നുമല്ല, ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇന്ത്യ നേരിടുന്ന പ്രശ്നമാണ്. എന്താ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം? 2025 ആകുമ്പോഴത്തേന് ഇന്ന് ജനസംഖ്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ചൈന എന്ന് പറയുന്ന രാജ്യത്തെ കണക്കുകളിൽ പിന്തള്ളുവാൻ സാധ്യതയുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണല്ലോ ജനസംഖ്യയുടെ വർധനവ്. ഇന്ത്യക്കാർ പറയുക, മറ്റൊന്നുമല്ല, ഇന്ത്യ നേരിടുന്ന പ്രശ്നമാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അത് ജനസംഖ്യയുടെ വർധനവാണ്. ഈ സമയത്ത് ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളുടെ പ്രതിനിധികൾ 1 മിനിറ്റിൽ 3 പേരൊക്കെ പട്ടിണി കൊണ്ട് മരിക്കുന്ന സൊമാലിയ പോലുള്ള രാജ്യങ്ങളുടെ പ്രതിനിധികൾ അവരൊക്കെ പറയുക, ഇല്ല, ജനസംഖ്യയുടെ വർധനവല്ല, പട്ടിണിയാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഈ സമയത്ത് അമേരിക്ക പോലുള്ള സമ്പന്ന രാജ്യങ്ങളുടെ പ്രതിനിധികൾ പറയുന്നു, ജനസംഖ്യയുടെ വർധനവും പട്ടിണിയൊന്നുമല്ല, ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഭീകരവാദമാണ്. റാമള്ളയും വെസ്റ്റ് ബാങ്കും ഗോരാൻ കുന്നുകളും പാലസ്തീനും പാനിപ്പെട്ടുമെന്ന് വേണ്ട ഭീകരവാദത്തിൻ്റെ വിത്ത് ലോകത്തിൻ്റെ മനസാക്ഷിയിൽ സംഭാവന ചെയ്ത് പുകയുന്ന ഓരോ പട്ടണങ്ങളെയും പുതിയ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് അവർ ആ മീറ്റിങ്ങിൻ്റെ സംഘാടകരെ അറിയിക്കുകയാണ്, ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഭീകരവാദമാണ്. ഇങ്ങനെ ഓരോ രാജ്യത്തിൻ്റെ പ്രതിനിധികളും അവരവരുടെ അവസരം നന്നായി വിനിയോഗിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഒരു മാന്യനായ മനുഷ്യൻ മൗനമായിട്ടിരിക്കുക. അല്ലെങ്കിലും മാന്യരായിട്ടുള്ള ആളുകൾ എല്ലായിടത്തും മൗനമായിട്ട് ഇരിക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ എഴുന്നേറ്റ് നിന്ന് 15 മിനിറ്റ് കൊണ്ട് എനിക്ക് മനസ്സിലായി, ഭാരതപ്പുഴയിലുള്ള ആളുകളെല്ലാം വളരെ മാന്യരാണ്. കാരണം ഒരു മുട്ടുസൂചി വീണാൽ കേൾക്കാവുന്ന രീതിയിലാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത്. പ്രസംഗം ഒത്തോ എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ് നിങ്ങളെ അലട്ടുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആര് മൗനമായാലും എവിടെ മൗനമായാലും ഇവിടെ മൗനമാകാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ഇരിക്കുന്നവരാരും മരിച്ചവരല്ല, ഇവിടെ ഇരിക്കുന്നവരാരും മൗനത്തിൽ ഇറങ്ങിയവരല്ല, ഇവിടെ ഇരിക്കുന്നത് മരിച്ച ഒരു ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിയവരല്ല. ഇന്ന് രാത്രി ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ കല്ലറയുടെ അകത്തുറങ്ങുമ്പോൾ കല്ലറയെ തോൽപ്പിച്ച് ജീവിക്കുന്ന കർത്താവിനെ ആരാധിക്കുന്നതിൽ, അവന് മഹത്വം കൊടുക്കുന്നതിൽ സന്തോഷമുള്ളവരൊക്കെ ആ കരം ഉയർത്തി പിടിച്ച് ആ ആദരം തുറന്ന ശബ്ദം ഉയർത്തി അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടിന് മഹത്വം കൊടുത്താട്ടെ. എനിക്കറിയാം, ഇത് കേൾക്കാനുള്ള ആകാംക്ഷയിൽ നിങ്ങൾ ഇരുന്നെന്ന് മാത്രമേ ഉള്ളൂ. മീറ്റിങ്ങിൻ്റെ സംഘാടകർ ചോദിക്കുക, അല്ലയോ സുഹൃത്തെ, നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ? ശ്രദ്ധിച്ചോണേ, മലയാളത്തിലൊരു ചൊല്ല് തന്നെ ഉണ്ട്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മൗനം ആകരുത്. മൗനം മലയാളത്തിലെ ചൊല്ലിങ്ങനെ, മൗനം വിദ്വാന് ഭൂഷണം. പക്ഷേ അത് എഴുതി വരുന്നത് ഇങ്ങനെയാണ്, അതിമൗനം ഭ്രാന്തിൻ്റെ. സാഹിത്യമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള നാടായതെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ശ്രദ്ധിച്ചോണം. മൗനം വിദ്വാന് ഭൂഷണം, അതിമൗനം ഭ്രാന്തിൻ്റെ ലക്ഷണം. അപ്പം മിണ്ടണ്ടടത്ത് മിണ്ടാതിരിക്കുന്നത് വിവരത്തിൻ്റെ ഭാഗമല്ല, വിവരക്കേടിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് എവിടെ മിണ്ടിയില്ലെങ്കിലും ദൈവസന്നിധിയിൽ വാ തുറന്ന് ഇടയ്ക്കിടയ്ക്ക് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നോണം. ശ്രദ്ധിക്കണം, ആ മീറ്റിങ്ങിൻ്റെ സംഘാടകർ ചോദിക്കുക, നിങ്ങളുടെ അഭിപ്രായം പറ, നിങ്ങളുടെ അഭിപ്രായത്തിൽ ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ? അദ്ദേഹം പറയാ,
സുഹൃത്തുക്കളെ, നിങ്ങൾ പറഞ്ഞതെല്ലാം ലോകത്തിന്റെ പ്രശ്ന. ഭീകരവാദവും ജനസംഖ്യയുടെ വർധനവും മാരക രോഗങ്ങളും പട്ടിണി എന്ന് വേണ്ട, നിങ്ങൾ ഉദ്ധരിച്ചതെല്ലാം ലോകത്തിന്റെ പ്രശ്നമാണ്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ലോകം നേരിടുന്ന, മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അവൻ്റെ സുരക്ഷിതത്വമില്ലായ്മ. സത്യമാണോ? സത്യ. മലയാള സാഹിത്യത്തെ കൈപിടിച്ചുയർത്തി അതിൻ്റെ അത്തിച്ചകോടിലെത്തിക്കുന്നതിൽ പരമാർത്ഥ പങ്കുവച്ച മനുഷ്യനാ ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള സാറ്. അദ്ദേഹത്തോടൊരിക്കൽ ആരോ ചോദിച്ചു, അല്ലയോ കവി, നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാലും മനുഷ്യൻ ഏറ്റവും സുരക്ഷിതനായിരിക്കുന്നത് എവിടെയാ? ജനനം മുതൽ മരണം വരെയുള്ള മനുഷ്യജീവിത ചക്രം പരിശോധിച്ച ആ മഹാനായ കവി അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിലൂടെ ഇങ്ങനെ പാടി, മനുഷ്യൻ ഏറ്റവും സുരക്ഷിതനായിരിക്കുന്നത് എവിടാന്ന് ചോദിച്ചാൽ അവനവൻ്റെ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന, അവനവൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്ന ആ 10 മാസമാണ് മനുഷ്യജീവിതത്തിലെ ഏറ്റവും സുരക്ഷിതമായ കാലം. പക്ഷെ കാലം മാറിയപ്പോൾ, കാലഘട്ടം മാറിയപ്പോൾ, കാലത്തിൻ്റെ കണക്ക് പുസ്തകം നമ്മുടെ മുമ്പിൽ തുറന്നിടുന്ന കാഴ്ച, അമ്മയുടെ ഉദരത്തിൽ പോലും മനുഷ്യൻ സുരക്ഷിതനല്ല എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഓരോ 4 വർഷം കൂടുമ്പോഴും ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ അംഗീകാരത്തോടെ പുറത്തു വരുന്ന ഏറ്റവും പുതിയ കണക്കെന്റെ കയ്യിലിരിപ്പുണ്ട്. 2009 മുതൽ 2013 വരെയുള്ള 4 വർഷത്തെ കണക്കനുസരിച്ച് ലോകത്തിലാകമാനം അവരുടെ അമ്മമാരുടെ ഉദരങ്ങളിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ ഏകദേശ കണക്കെന്ന് പറയുന്നത് 5 കോടി കുഞ്ഞുങ്ങളാണ് അവരുടെ അമ്മമാരുടെ ഉദരങ്ങളിൽ ലോകത്തിലാകമാനം കൊല്ലപ്പെട്ടത്. അതിനകത്തു തന്നെ ഏകദേശം 65 ലക്ഷം കുഞ്ഞുങ്ങൾ ഭാരതത്തിലെ അമ്മമാരുടെ ഉദരങ്ങളിലാണ് കൊല്ലപ്പെട്ടത്. ലോകത്തിലാകമാനം കഴിഞ്ഞ 1 വർഷത്തിൽ കാണാതായ കുഞ്ഞുങ്ങളുടെ ഏകദേശ കണക്ക് 5 ലക്ഷം കുഞ്ഞുങ്ങളാണെന്നാണ് ആ യുനിസെഫിന്റെ രേഖകൾ, പുതുതായിട്ടുള്ള രേഖകൾ നമ്മളെ ഓർപ്പിക്കുന്നത്. ഇങ്ങനെ അമ്മയുടെ ഉദരം, ഒരിക്കൽ മനുഷ്യന് ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയിരുന്ന അമ്മയുടെ ഉദരം പോലും മനുഷ്യന് സുരക്ഷിതമല്ലാത്ത ഒരു കാലത്താണല്ലോ പ്രിയരെ ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഈ കാലഘട്ടത്തെ വിചിന്തനം ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു, ഒരു വശത്ത് മനുഷ്യൻ വെള്ളം കുടിച്ചു മരിക്കുന്നു, അടുത്തടുത്ത് മനുഷ്യൻ വെള്ളമില്ലാതെ മരിക്കുന്നു, ഒരിടത്ത് മനുഷ്യൻ ആഹാരം കഴിച്ചു മരിക്കുന്നു, അടുത്തടുത്ത് മനുഷ്യൻ ആഹാരം ഇല്ലാതെ മരിക്കുന്നു, ഒരിടത്ത് മനുഷ്യൻ മഞ്ഞുകൊണ്ട് മരിക്കുന്നു, അടുത്തടുത്ത് മനുഷ്യൻ മഴ കൊണ്ട് മരിക്കുന്നു. വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു ലോകം. ഈ കാലഘട്ടത്തിന് വ്യക്തമായ നിർവചനം നൽകുവാൻ ശ്രമിക്കുമ്പോൾ പ്രശസ്ത ഇംഗ്ലീഷ് സാഹിത്യകാരനായിരുന്ന ചാൾസ് ഡിക്കൻസ് എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ നഗരങ്ങളുടെ കഥ എന്ന് പറയുന്ന പുസ്തകം ആരംഭിക്കുമ്പോൾ അദ്ദേഹം അതിന് കൊടുത്ത ഒരു ആമുഖം എൻ്റെ ശ്രദ്ധയിൽ വരികയാണ്. അത് ഏറ്റവും മെച്ചമായ ഒരു കാലമായിരുന്നു, ഒപ്പം മോശമായതും. അത് വിജ്ഞാനത്തിൻ്റെ യുഗമായിരുന്നു, ഒപ്പം അജ്ഞതയുടെയും. ഞങ്ങളുടെ ലോകം പ്രകാശപൂർണമായിരുന്നു, ഒപ്പം അന്ധകാരം നിമിടവും. ഞങ്ങളുടെ ലോകത്തിൽ എല്ലാ വാതിലും തുറന്നു കിടന്നിരുന്നു, ഒപ്പം എല്ലാം അടഞ്ഞവയായിരുന്നു. ഒരു കാലഘട്ടത്തിന്റെ 2 വശങ്ങളെയാണ് ആ മഹാനായ സാഹിത്യകാരൻ അദ്ദേഹത്തിന്റെ തൂലിക കൊണ്ട് വിളിച്ചോതുന്നത്. ശ്രദ്ധിക്കണേ, ഇത് തന്നെയല്ലേ നമ്മളായിരിക്കുന്ന കാലത്തിന്റെയും പ്രത്യേകത. ഒരു വശത്ത് മനുഷ്യൻ വെള്ളം കുടിച്ചു മരിക്കുന്നു, അടുത്തടുത്ത് മനുഷ്യൻ വെള്ളം ഇല്ലാതെ മരിക്കുന്നു, ഒരിടത്ത് മനുഷ്യൻ ആഹാരം കഴിച്ചു മരിക്കുന്നു, അടുത്തടുത്ത് മനുഷ്യൻ ആഹാരം ഇല്ലാതെ മരിക്കുന്നു. ആകപ്പാടെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു ലോകം. ഉത്തരങ്ങളെക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ മനുഷ്യ മനസ്സാക്ഷിയിൽ കടന്നു വരുന്ന ഒരു പ്രത്യേക കാലം. ശാസ്ത്രത്തിനോ കണക്കിനോ വിജ്ഞാനത്തിനോ ഒന്നും മനുഷ്യന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ കഴിയാതിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ഇവിടെ മുഴങ്ങുന്ന സുവിശേഷ സന്ദേശത്തിന്റെ പ്രസക്തി കാലികമാണെന്ന് പറയുവാനാ ഇത്രയും വസ്തുതകൾ ഞാൻ പറഞ്ഞത്. ഇവിടെ ഞാൻ ഇനി ഉയർത്തുന്നത് ഒരു മതപ്രസംഗമല്ല, ക്രിസ്ത്യാനിത്വം ഒരു മതമല്ല, അതൊരു മാർഗം മാത്രമാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുവിന്റെ നാമമാ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നത് ഒരു മതപ്രസംഗമല്ല. ഒരു മതപ്രസംഗം എന്ന ലാഘവത്തോടുകൂടെ അടുത്ത 1 മണിക്കൂറിനെ നിങ്ങൾ കാണാതെ, സുഹൃത്തെ, നിങ്ങളുടെ ചെവി തുറന്ന്, നിങ്ങളുടെ ഹൃദയം തുറന്ന് അടുത്ത 1 മണിക്കൂർ ഈ പ്രസംഗം ശ്രദ്ധിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾ ചിന്തിക്കുന്ന പല ചോദ്യങ്ങളുടെയും ഉത്തരമായി ഈ സുവിശേഷ യോഗം മാറുമെന്നുള്ള കാര്യത്തിൽ അത് സത്യമായിട്ടും അതൊരു വസ്തുതയാണ്. കാരണം ഇന്നേക്ക് 25 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ 11ാമത്തെ വയസ്സ് മുതൽ ഞാൻ യേശുവിനെ പ്രസംഗിക്കാൻ തുടങ്ങിയ ഒരു ദൈവദാസന. റാന്നി MS ഹൈസ്കൂളിൽ 6ാമത്തെ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ 11ാമത്തെ വയസ്സിൽ ഈ കറുത്ത പുസ്തകം കയ്യിലെന്തിക്കൊണ്ട് കർത്താവിനെ പ്രസംഗിക്കുവാൻ തുടങ്ങിയ ഒരു ദൈവദാസനാ ഞാൻ. അത് തുടങ്ങി പിന്നിട്ടിട്ട് ഇന്ന് 25 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുക. ഈ 25 വർഷങ്ങളുടെ അകത്ത് ലോകത്ത് പല രാജ്യങ്ങളിൽ അനേകരുടെ ചോദ്യങ്ങളുടെ ഉത്തരം ഈ ബൈബിൾ നിമിത്തം പറഞ്ഞു കൊടുക്കുവാൻ, അനേകരെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ, അനേക കുടുംബങ്ങൾക്ക് ഉദ്ധാരണം നൽകുവാൻ ഈ സുവിശേഷ സന്ദേശം കൊണ്ട് കഴിഞ്ഞിട്ടുള്ള അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ
പറയുകയാ, ഇന്ന് രാത്രി ഇവിടെ ഉയരുന്ന സന്ദേശം നിങ്ങളുടെ ചോദ്യങ്ങളുടെ ഉത്തരമാ. തീർച്ചയായിട്ടും ഈ ദേശത്തോട് ദൈവം ഇടപെടുന്ന രാത്രിയാ ഇതെന്ന് വിശ്വസിക്കുന്ന ദൈവദാസന്മാർ, ദൈവമക്കൾ എന്റെ കൂടെ കരമുയർത്തി പിടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തു തുടങ്ങാമോ? ക്രിസ്ത്യാനിയായി ജനിച്ചതുകൊണ്ടോ, ക്രിസ്ത്യാനിയുടെ മകനായി ജനിച്ചതുകൊണ്ടോ, 25 വർഷം എനിക്ക് അന്നം നൽകുന്ന പുസ്തകമായതുകൊണ്ടോ അല്ല ഈ ബൈബിളിൽ നിങ്ങളുടെ ചോദ്യങ്ങളുടെ ഉത്തരം തരുവാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞത്. ബൈബിൾ തന്നെ ലോകത്തോട് അവകാശപ്പെടുകയാണ്, ഇത് ദൈവനിശ്വാസ്യമാണ്. എല്ലാ തിരുവെഴുത്തുകളും ദൈവനിശ്വാസ്യമാണ്. ദൈവനിശ്വാസ്യം എന്ന വാക്കിന്റെ മലയാളത്തിലെ അർത്ഥം ദൈവം ശ്വസിച്ചത്, ദൈവത്തിന്റെ വായിൽ നിന്ന് ഊർന്നു വന്നതാണ്. ചരിത്രത്തിൽ 1500 വർഷങ്ങൾ കൊണ്ട് ഇതിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്നത്. ഈ പുസ്തകത്തിലെ ഒരു മഹാനായ എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: അത്ഭുത ലോകത്തിലെ മഹത്തായ 7 അത്ഭുതങ്ങൾ അടങ്ങിയ പുസ്തകമാണ് ബൈബിൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇതുപോലെ പുരാതനത്വം അവകാശപ്പെടുവാൻ കഴിയുന്ന ഒരു പുസ്തകം ഇന്നത്തെ ലോകത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഇത് പുരാതനമായിരിക്കുന്നത് പോലെ ഇതുപോലെ ആധുനികത വിളിച്ചോതുന്ന ഒരു പുസ്തകം ലോകത്തിൽ വേറെയില്ല. ഇതുപോലെ വ്യത്യസ്തമായി സംസാരിക്കുവാൻ കഴിയുന്ന ഒരു പുസ്തകം വേറെ ലോകത്തിലില്ല. ഇതുപോലെ ഐക്യതയെ കുറിച്ച് സംസാരിക്കുന്ന ഒരു പുസ്തകം ലോകത്തിലില്ല. ഇന്നത്തെ ലോകത്തിൽ സംഭവിച്ചിട്ടുള്ളതും ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും നാളെ സംഭവിക്കുവാൻ സാധ്യതയുള്ളതുമായ സകല വിഷയങ്ങളെ കുറിച്ചും ആധികാരികമായി സംസാരിക്കുവാൻ കഴിയുന്ന പുസ്തകമായതുകൊണ്ട് ഇതുപോലെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു പുസ്തകം ലോകത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലേ? ഇല്ല. ഇതുപോലൊരു പുസ്തകം, വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു പുസ്തകം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഈ പുസ്തകത്തിന്റെ സ്വാധീനത, ഇത് ലോകത്തെ സ്വാധീനിച്ചതുപോലെ ഏത് പുസ്തകത്തിന് ലോകത്തെ സ്വാധീനിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇത് ആശ്വാസം നൽകുന്നത് പോലെ ഏത് പുസ്തകത്തിന് ലോകത്തിൽ ആശ്വാസം പകരുവാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇല്ല, ഇല്ല. ബൈബിളിന് തുല്യമായി ഒന്നുമില്ല. അതുകൊണ്ട് ഈ പുസ്തകം കരത്തിൽ ഉയർത്തിപ്പിടിച്ച് ഈ പുസ്തകം നമുക്ക് സമ്മാനിച്ച ദൈവകൃപയോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റുന്ന ദൈവദാസന്മാർ, ദൈവമക്കൾ എന്റെ കൂടെ കരമുയർത്തിപ്പിടിച്ച് ആ പുസ്തകം നിങ്ങളുടെ വലത്തെ കരത്തിൽ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. ബൈബിൾ പുരാതനമാണ്. പുസ്തകങ്ങളുടെ ഒരു അപകടം, അശ്രദ്ധമായ കൈകൾ ഇതിനെ കീറിക്കളയും. പുസ്തകങ്ങൾക്ക് സുദീർഘമായ ഒരു കാലപ്പഴക്കമില്ല. കാരണം അശ്രദ്ധമായ കൈകൾ ഇതിനെ കീറുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അഗ്നി ഇതിനെ ദഹിപ്പിക്കുന്നതാണ്. വെള്ളം അതിനെ അലിച്ചു കളയുന്നതാണ്. ചിതൽ അതിനെ അരിച്ചു കളയുന്നതാണ്. ഇതിനെ കത്തിക്കുവാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. ഇതിനെ മുക്കിക്കളയുവാൻ അനേകര് ശ്രമിച്ചിട്ടുണ്ട്. ഇതിനെ ചിതലരിപ്പിക്കുവാൻ അനേകരും നോക്കിയിട്ടുണ്ട്. ഇതെല്ലാം ലോക ചരിത്രത്തിൽ കഴിഞ്ഞ 2000 വർഷമായി സംഭവിച്ചിട്ടും ഈ പുസ്തകം ഇന്നും ഇതിന്റെ ജൈത്രയാത്ര തുടരുന്നുവെന്ന് പറയുമ്പോൾ ഇതിന്റെ അവകാശവാദം പോലെ ഇതുണ്ടാക്കിയത് ഒരു മാനുഷിക കരമല്ല, ഇതുണ്ടാക്കിയത് ദൈവത്താലാണ്. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ എത്ര പേർക്ക് കഴിയും? 3-ാം നൂറ്റാണ്ടിലെ പ്രസിദ്ധനായ റോമ ചക്രവർത്തിയായിരുന്നു ഡയക്ലീഷ്യൻ. അദ്ദേഹം ഒരു കൽപ്പന തന്നെ പുറപ്പെടുവിക്കുവാനിടയായി. 2 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു അജണ്ട. ആ അജണ്ട ഇതായിരുന്നു: എങ്ങനെയും ബൈബിൾ ഭൂമുഖത്തു നിന്ന് ഉന്മൂലനം ചെയ്യണം. ഇന്നത്തെ പോലെ ആ നിരത്തി അച്ചടിശാലകളുള്ള ഒരു കാലമായിരുന്നില്ല ആ കാലം. എവിടെയോ കുറെ കൈയെഴുത്തു പ്രതികൾ പുൽത്തോലിലും ഓലത്തതെ മൃഗങ്ങളുടെ തോലിലുമൊക്കെ എഴുതി വച്ചിരിക്കുന്ന എണ്ണിയാൽ കയ്യിലെടുക്കുവാൻ കഴിയുന്ന കുറെ കയ്യെഴുത്തുകൾ പ്രതികൾ മാത്രമുള്ള ഒരു പ്രത്യേക കാലം. അദ്ദേഹം പറയുകയാണ് എങ്ങനെയും ഇതില്ലാതാക്കണം. അതിനുവേണ്ടി 2 വർഷത്തെ ഒരു ഉദ്യമം തന്നെ അദ്ദേഹം ഏർപ്പെടുത്തുവാനിടയായി. ഒരു പ്രത്യേക പരിപാടി 2 വർഷം അദ്ദേഹം ശ്രമിച്ചു. ആരെങ്കിലും ബൈബിൾ കയ്യിൽ വെച്ചാൽ അവർക്ക് വധശിക്ഷ അദ്ദേഹം വിധിച്ചു. ആരെങ്കിലും ബൈബിളിനെ ഒളിപ്പിച്ചു വെക്കുവാൻ ശ്രമിച്ചാൽ ആ കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു. അങ്ങനെ 2 വർഷം കൊണ്ട് ഡയക്ലീഷ്യൻ ഒരു നരനായാട്ടു തന്നെ നടത്തി. ആ നരനായാട്ടിന്റെ അവസാനം അദ്ദേഹം റോമൻ സാമ്രാജ്യത്തിൽ ഉറക്കെ പ്രഖ്യാപിച്ചു, എന്റെ ലക്ഷ്യത്തിൽ ഞാൻ വിജയിച്ചു, ബൈബിൾ ഇനിയും ഭൂമുഖത്ത് ഇല്ല. ഡയക്ലീഷ്യൻ മരിച്ചു. വളരെ ദാരുണമായ മരണം. ഏകദേശം ഒരു പേപ്പട്ടി മരിക്കുന്നത് പോലെ അദ്ദേഹം മരിക്കുവാനിടയായി തീർന്നു. ആ നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ ക്രിസ്തുമതം സ്വീകരിക്കുവാനിടയായി. കുസ്തന്തീനോസ് എന്ന മലയാളത്തിൽ അറിയപ്പെടുന്ന ആ ചക്രവർത്തി ഒരു പ്രഖ്യാപനം നടത്തി,
ബൈബിളിന്റെ കൈയെഴുത്ത് പ്രതികൾ ആരെങ്കിലും ഞങ്ങൾക്ക് നൽകുകയാണെങ്കിൽ അവർക്ക് വലിയ പാരിതോഷികം നൽകാം. 24 മണിക്കൂറിനകത്ത് 50 കൈയെഴുത്തു പ്രതികൾ റോമൻ സാമ്രാജ്യത്തിൽ ചക്രവർത്തിയുടെ അരമനയിലെത്തുവാനിടയായി. ഇല്ല, ഇതിനെ നശിപ്പിക്കുവാൻ ഡൈക്ലീഷ്യനെ കൊണ്ട് കഴിഞ്ഞില്ല. അനേകർ അതിനുവേണ്ടി ഇന്നും ശ്രമിക്കുന്നു. പക്ഷെ ഇന്നും ഇത് ആധികാരികമായി ഇതിന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓർക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ഇവിടെ ഇരിക്കുന്ന എത്ര വിശുദ്ധന്മാർക്ക് കഴിയും? ബൈബിൾ പുരാതനമായിരിക്കുന്നത് പോലെ തന്നെ ബൈബിൾ ആധുനികതയുടെ പുസ്തകമാണ്. AD 90 ശേഷം ഈ പുസ്തകത്തിന്റെ അകത്ത് ഒന്നും തന്നെ കൂട്ടിച്ചേർത്തിട്ടില്ല. ഇതിനകത്ത് ആരും ഒന്നും കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചിട്ടുമില്ല. ഇതിനകത്ത് കൂട്ടുന്നവനും കുറയ്ക്കുന്നവനും ശപിക്കപ്പെട്ടവനെന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. ഇല്ല, കൂട്ടേണ്ട ആവശ്യമില്ല. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു നോക്കുവീൻ, അവയിൽ ഒന്നിനും ഇണയില്ലാതെ ഇരിക്കയില്ല. ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു, ഞാൻ അറിഞ്ഞ ഒരു സംഭവം. ഞാൻ ജനിച്ചു വളർന്ന മലനാടിൻ്റെ റാണിയായ റാന്നിയുടെ മണ്ണിൽ ഒരു പാപം പിടിച്ച സുവിശേഷകൻ ഒരു ഹാൻഡ്മൈക്കിൻ്റെ സഹായത്തോടുകൂടെ ഞാൻ മുമ്പേ ഉദ്ധരിച്ച് ആ വാക്യം ഉപയോഗിച്ച് പ്രസംഗിക്കുക. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് നോക്കുവീ, അവയിൽ ഒന്നിനും ഇണയില്ലാതെ ഇരിക്കുകയില്ല. പ്രസംഗമൊക്കെ കഴിഞ്ഞപ്പം അടുത്തു നിന്ന കുറേ ആളുകൾ അദ്ദേഹത്തെ ചായക്കടയിലേക്ക് വിളിച്ചു. കുറേ ചെറുപ്പക്കാരാണ് വിളിച്ചത്. ഏത് ഉദ്ദേശിയെ സംബന്ധിച്ചിടത്തോളം പ്രസംഗത്തിൻ്റെ ഇടയിൽ ഒരു ഗ്ലാസ് ചൂട് ചായ കിട്ടുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ്. ഒത്തിരി സ്ഥലങ്ങളിൽ പ്രസംഗിക്കാൻ പോയിട്ടുണ്ടെങ്കിലും എന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ളൊരു സ്ഥലമാണ് തമിഴ്നാട്. 18 വർഷം ഞാൻ ആ സ്ഥലത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. മടിപ്പാക്കത്തുണ്ടായിരുന്ന പാസ്റ്ററൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എന്നെ ഒരു സുവിശേഷകനാക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ആളുകളാണ് തമിഴ്നാട്ടിലുള്ള ദൈവത്തിൻ്റെ ദാസന്മാർ. ആ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഏത് ഉദ്ദേശി പ്രസംഗിച്ചിരുന്നാലും പ്രസംഗം അങ്ങോട്ട് തീരുമ്പോഴത്തേന് ആ കസറയിലോട്ട് ഇരിക്കുമ്പോഴത്തേന് ഒരു ഗ്ലാസ് ചൂട് പാലും കൊണ്ടുവരും, ഒരു പുഴുങ്ങിയ മുട്ടയും. അതുകൊണ്ട് എന്നെ മറന്നാലും തമിഴ്നാടിനെ ഞാൻ മറക്കത്തില്ല. ഭാരതപ്പുഴ അങ്ങനാണോ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് അങ്ങനാന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ചായ കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ ഈ ഉദ്ദേശി ഇവരുടെ കൂടെ സന്തോഷപൂർവ്വം ചെന്നു. അങ്ങനെ ചായ കുടിക്കാതിരുന്നപ്പം അതിൻ്റെ പ്രധാനിയായിരിക്കുന്ന ഒരു ലീഡർ ദേശിയോട് ചോദിക്കുക, ദേശി 1-2 സംശയമുണ്ട്, ചോദിച്ചോട്ടെ? ദേശി പറഞ്ഞു, ചോദിച്ചോ. ബൈബിളിൽ നിന്നാണെങ്കിൽ ഞാൻ ഉത്തരം പറയാം. അതാ ഈ പഴയ പെന്തിക്കോസിലെ ഉദ്ദേശിമാരുടെ ഒരു പ്രത്യേകത. ബൈബിളിൽ നിന്നാണെങ്കിൽ അവർക്ക് ഉത്തരമുണ്ട്. ഇന്ന് ഈ ഗൂഗിളിലായതുകൊണ്ട് ബൈബിളിൽ നിന്ന് പലതിനും ഉത്തരം പറയാൻ നമുക്കാർക്കും അതുകൊണ്ട് സുവിശേഷ യോഗങ്ങളൊക്കെ സത്യത്തിൽ 4 കാര്യമാണ് ഇന്നത്തെ സുവിശേഷ യോഗങ്ങളിൽ നടക്കുന്നത്. അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് അത് എത്തുന്നുണ്ടോ എന്ന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിക്കണം. ചിലയിടത്ത് ഇതൊരു ഫീലിംഗ് ആയി മാറുന്നു, വേറെ ചിലയിടത്ത് ഇതൊരു ഹീലിംഗ് ആയി മാറുന്നു, വേറെ ചിലയിടത്ത് വെറും ലാഫിംഗ് ആയി ഇത് മാറുന്നു, വേറെ ചിലയിടത്ത് ആകപ്പാടെ ജഡ്ജിങ് ആയി ഇത് മാറുന്നു. മനസ്സിലായോ? ഒരു വികാരത്തെ ഉണർത്തുന്നതല്ല സുവിശേഷ യോഗം. ഒരത്ഭുതത്തെ പ്രഖ്യാപിക്കുന്നതല്ല സുവിശേഷ യോഗം. കുറെ നേരം പൊട്ടിച്ചിരിച്ചു പോകുന്നതല്ല സുവിശേഷ യോഗം. കുറെ പേരെ കുറ്റം പറഞ്ഞേച്ചു പോകുന്നതല്ല സുവിശേഷ യോഗം. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്ന് രാത്രി നമുക്കൊരുവനെ ഉയർത്താനുണ്ട്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു നസറേനായ മധ്യസ്ഥനെ ഉയർത്തുന്നതിൽ സന്തോഷമുള്ളവരെ കരമുയർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ട്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പറയാ, ഉദ്ദേശി 1-2 സംശയം. അന്നേരം ഉദ്ദേശി പറഞ്ഞു ബൈബിളിൽ നിന്നാണ് ഞാൻ ഉത്തരം പറയാം. അന്നേരം അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം, ഉദ്ദേശി നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾ പ്രസംഗിക്കുന്ന പുസ്തകത്തിനകത്ത് എല്ലാത്തിനെ കുറിച്ച് ഉത്തരവുണ്ട്? അതെ, ഞാൻ തന്നെയാണ് പറഞ്ഞത്. ഞാൻ പ്രസംഗിക്കുന്ന പുസ്തകത്തിനകത്ത് ഇന്നലെ സംഭവിച്ചിട്ടുള്ളത്, ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നാളെ സംഭവിക്കാൻ സാധ്യതയുള്ളതായ സകലതിനെ കുറിച്ച് ഉത്തരവുണ്ട്. എന്നാൽ എനിക്കൊരു സംശയം, നിങ്ങൾ പ്രസംഗിക്കുന്ന ഈ ബൈബിളിനകത്ത് മനുഷ്യൻ 2 പോകുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? എന്താണെന്ന് ഭാരതപ്പുഴക്കാർക്ക് മനസ്സിലായില്ലെന്ന് എനിക്ക് തോന്നുന്നു. 1 പോകാന്ന് പറഞ്ഞാൽ മൂത്രം ഒഴിക്കുക, 2 പോകാന്ന് പറഞ്ഞാൽ മലവിസർജനം നടത്തുക. അപ്പം ഉദ്ദേശിച്ച് ഒരു പ്രൈസലോടൊക്കെ പറഞ്ഞു, ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിളിനകത്ത് 2 പോകുന്നതിനെ കുറിച്ച് മാത്രമല്ല എങ്ങനെ പോകണമെന്നും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാ പോകേണ്ടതെന്ന് പഴയ പെന്തിക്കോസുകാർക്കറിയാം. എങ്ങനെയാ പോകേണ്ടത്?
ഇതുപോലുള്ള സ്ഥലങ്ങളിലാ പോകുന്നതെങ്കിൽ പാളയത്തിന് പുറത്ത് പോകണം, എന്നിട്ട് പാരയും കൊണ്ട് പോകണം, എന്നിട്ട് മണ്ണി കുഴിയെടുത്ത് കാര്യം സാധിച്ച് മണ്ണിട്ട് മൂടിയേച്ച് തിരിച്ചു വരണം. കണ്ടോ, ഈ വിളപ്പിൽശാലയിലെ മാലിന്യ പ്ലാന്റ് പരാജയപ്പെട്ടത് പിന്നെ മാലിന്യം എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യണം എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മുടെ ഗവൺമെന്റുകൾ കമ്മീഷനെ പറ്റി ചർച്ച ആരംഭിച്ചത് തന്നെ. പക്ഷെ ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിൾ 4000 കൊല്ലം മുമ്പ് ലോകത്തോട് വിളിച്ചു പറഞ്ഞു എങ്ങനെ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാം. ഒറ്റ വഴിയേ ഉള്ളൂ, പ്രകൃതിയിൽ കടിയിൽ മാത്രം, ഭൂമിക്കടിയിൽ മാത്രമേ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ജൈവ മാലിന്യങ്ങൾ മാത്രമേ നിർമ്മാർജ്ജനം ചെയ്യാവൂ, ഖരമാലിന്യങ്ങൾ ഉണ്ടാകരുത്. തീർച്ചയായിട്ടും ഈ കൺവെൻഷന് വളരെ പ്രസക്തിയുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പരിസ്ഥിതിയുമായിട്ടുള്ള ബന്ധത്തിലാണല്ലോ ഈ കൺവെൻഷനെ ഇതിന്റെ സംഘാടകർ ഇഴുകിച്ചേർത്ത് വെച്ചിരിക്കുന്നത്. ഇന്ത്യ ചർച്ച് എന്ന് പറയുന്ന ദൈവസഭയുടെ യുവജന വിഭാഗമാകുന്ന YPC എന്ന് പറയുന്ന ആ അനുഭവത്തിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് എന്ന നിലയിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഏകദേശം 3 ലക്ഷം വൃക്ഷത്തൈകൾ കേരളത്തിൽ നടുവാൻ ഞങ്ങളുടെ സമൂഹത്തിന് കഴിഞ്ഞു എന്നുള്ളൊരു വസ്തുത ഈ സമയത്ത് നിങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ മാലിന്യം വളരെ നമ്മുടെ തലമുറയ്ക്ക് വളരെ ദോഷം ചെയ്യുന്ന മാലിന്യമാണ് പ്ലാസ്റ്റിക് മാലിന്യം. അതുകൊണ്ട് ഭാരതപ്പുഴയിൽ ഈ മണൽപ്പുറത്ത് വന്ന ആളുകളോട് ഞാൻ ഇന്ന് രാത്രി ദയവായി ആവശ്യപ്പെടുകയാ, മാലിന്യം ഇവിടെ വലിച്ചെറിഞ്ഞു പോകരുത്. കുപ്പികൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറക്കിയെടുത്ത് എവിടെങ്കിലുമൊക്കെ റീസൈക്കിൾ ചെയ്യുന്ന സ്ഥലങ്ങളിൽ അത് കൊടുക്കത്തക്ക രീതിയിലുള്ള ക്രമീകരണങ്ങൾ നമ്മുടെ ആളുകൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഞങ്ങളുടെ യുവജന സംഘടന അതിന് മുന്നിട്ടിറങ്ങി. ദൈവത്തിന് സ്തോത്രം. ഏകദേശം 5 സ്ഥലങ്ങളിൽ അതിനു വേണ്ടിയുള്ള ഡസ്റ്റ്ബിനുകൾ ഗവൺമെന്റുകൾ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ ഞാൻ പറഞ്ഞു ഒരു കൈയെടുക്കുക കഴിയുമോ ആ കരം തട്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതോടൊപ്പം പ്രിയപ്പെട്ടവരുടെ ദർശനത്തെ പുസ്തകം ലോകത്തിൽ വേറെ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. 1700കളിൽ അച്ചടിച്ച ഒരു പുസ്തകമാണ് സൽമോന്റെ ഇത് ഇംപ്രിയോളജി എന്ന് പറയുന്ന വൈദ്യശാസ്ത്രത്തിലെ പുസ്തകം. ആ പുസ്തകത്തിലെ ആളുകൾ ചങ്ങലയിലിട്ട് ജയിലിലാക്കുമെന്നുള്ള വാർത്ത എന്ന് പറഞ്ഞ് നമ്മളൊക്കെ കേൾക്കുന്ന വാർത്തകൾ ഇപ്പം ജീവിച്ചതിന് അവസാന പുസ്തകം പറയുന്നു, ഇന്ന് കാണുന്ന സൂര്യനും ചന്ദ്രനും അവരുടെ പ്രവർത്തികളിൽ നിന്ന് മാറുകയും പുതിയൊരാകാശവും പുതിയൊരു ഉണ്ടാകുകയും അവിടെ ദൈവം തന്നെ മനുഷ്യർക്ക് വിളക്കായി അവസാനത്തെ പുസ്തകമാകുന്ന വെളിപ്പാട് കൈകാര്യം ചെയ്യുന്നു. സാത്താനാൽ താഴ്വരയിൽ കൂടെ പോയാലും ഒരനർത്ഥവും നീ എത്ര പേരും രാത്രി ദൂത് വിശ്വസിക്കുന്നുണ്ട്? സുഹൃത്തെ, നിങ്ങൾ കൂരിലിൻ്റെ താഴ്വരയിലൂടെയാണോ പോകുന്നത്? അനർത്ഥം ഭയപ്പെടേണ്ട കേട്ടോ. ഇന്ന് രാത്രി പുസ്തകത്തിന് നിങ്ങളോട് സംസാരിക്കുവാനുണ്ട്. ഇന്നെന്ന പോലെ ഞാൻ ഓർക്കുന്നു, ഇന്നേക്ക് 21 വർഷങ്ങൾക്ക് മുമ്പ് പത്തനാപുരത്ത് ദൈവസഭയുടെ ഓവർസിയറായിരുന്ന നിത്യതയിൽ വിശ്രമിക്കുന്ന VC സാറിൻ്റെ ചർച്ചയിൽ ഒരു 400 പേരിരിക്കുന്ന യോഗത്തിൽ ഒരു മനുഷ്യൻ്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ആത്മാവിൻ്റെ സഹായത്തോടെ ഞാൻ പറഞ്ഞു, മീൻ്റെ ചെതുമ്പലയിൽ ചൂണ്ട വീണാൽ മീൻ കിടന്ന് വട്ടം കറങ്ങും. ഉടലെ ചൂണ്ട വീണാൽ പിടിക്കുന്ന ഇടത്തേക്ക് മീൻ വരും. നിന്റെ ചെതുമ്പലല്ല ചൂണ്ട കിടക്കുന്നത്. ഉടലെ വീഴുന്നതിന് മുമ്പ് സമർപ്പിക്കപ്പെടുകയാണെങ്കിൽ ചരിത്രം മാറ്റി ഉപയോഗിക്കുവാൻ പദ്ധതിയുണ്ട്. ആ മനുഷ്യൻ ആ സമയത്ത് 85,000 രൂപ പലിശ കൊടുക്കുന്ന മനുഷ്യനാണ്. 85 ലക്ഷം രൂപ കടക്കാരനാണ്. ആ സമയത്ത് അദ്ദേഹം ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. ഇന്ന് ആ ദൈവദാസൻ അസാധ്യമായി ഒന്നുമില്ല എന്ന് പവർ വിഷനിൽ ഉൾപ്പെടെ പ്രോഗ്രാം നടത്തുന്ന അതുല്യ ജോസ് എന്ന് പറയുന്ന ദൈവദാസനായി മാറി. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ഏത് കൂരിരുളിൻ്റെ താഴ്വരയിലാണെങ്കിലും ഇന്ന് രാത്രി നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ ഈ പുസ്തകത്തിന് ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം. തീർച്ചയായിട്ടും തുടർന്നു വരുന്ന സന്ദേശം അതിന് നിങ്ങളെ സഹായിക്കട്ടെ. എന്നാൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അല്പസമയത്ത് ദൈവവചന വിചിന്തനത്തിനായി മത്തായി സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൻ്റെ 28 തുടങ്ങി 30 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലേക്ക് ശ്രദ്ധയെ കൊണ്ടുപോകുന്നു. മത്തായി സുവിശേഷം 11-ാം അധ്യായം 28 തുടങ്ങി 30 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. മൈക്കിൽ കൂടെ വായിക്കുകയായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും.
ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുഖമേറ്റും കൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾ ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. അനുഗ്രഹിതമായ 3 വാക്യങ്ങൾ. ഒന്നാമത്തെ വാക്യത്തിൽ ലോകചരിത്രത്തെ എന്നും വിസ്മയിപ്പിച്ചിട്ടുള്ള മഹത്തായ ഒരാഹ്വാനം. രണ്ടാമത്തെ വാക്യത്തിൽ ആഹ്വാനം ചെയ്യുന്നയാളിൻ്റെ സ്വഭാവം. മൂന്നാമത്തെ വാക്യത്തിൽ ആഹ്വാനം ചെയ്യപ്പെടുന്ന ആത്മീക അനുഭവത്തിലേക്ക് നയിക്കപ്പെടുന്ന ഒരാൾ അവരുടെ ജീവിതത്തിൽ പുലർത്തേണ്ട ഉത്തരവാദിത്വം. ഈ ഭാഗത്തെ യഥാർത്ഥത്തിൽ പഠിക്കണമെങ്കിൽ ഈ അധ്യായത്തെ പഠിക്കണം. ഈ അധ്യായത്തെ പഠിക്കണമെങ്കിൽ ഈ പുസ്തകത്തെ പഠിക്കണം. പുസ്തകത്തിൽ തുടങ്ങി അധ്യായത്തിലൂടെ വാക്യത്തിലേക്ക് വരുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. മത്തായി സുവിശേഷത്തിൻ്റെതെന്ന് മാത്രമല്ല, സുവിശേഷങ്ങളുടെ എല്ലാം പ്രമേയം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനെ സംബന്ധിക്കുന്ന വലുതും ചെറുതുമാകുന്ന 250 സംഭവങ്ങളാണ് 4 സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് 39 ഉപമകളുണ്ട്, 35 അത്ഭുതങ്ങളുണ്ട്. യേശു എവിടൊക്കെ അത്ഭുതം ചെയ്യുമെന്ന ചോദ്യം യോഹന്നാനോട് ചോദിച്ചാൽ യോഹന്നാൻ പറയും, ഒന്നാമത് നിങ്ങളുടെ വീട്ടിനകത്ത് യേശു അത്ഭുതം ചെയ്യും. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ യേശു അത്ഭുതം ചെയ്യും? വീടേതാണേലും നിങ്ങളുടെ വീട്ടിൽ ഇന്ന് രാത്രി യേശു അത്ഭുതം ചെയ്യും. വീട് കാനാവിലെ കല്യാണ വീടാകട്ടെ, വീട് 4 ആൾ കൂടി പക്ഷപാതക്കാരനെ ചുമന്ന വീടാകട്ടെ, വീട് പള്ളിപ്രമാണിയുടെ വീടാകട്ടെ, വീട് ഏതാണേലും വീട്ടിൽ അത്ഭുതം നടക്കും. സുഹൃത്തെ, നിങ്ങളുടെ വീട്ടിൽ ഇന്ന് രാത്രി യേശു അത്ഭുതം ചെയ്യാൻ പോവാ. ഞാൻ ഓർക്കുന്നു, 2004 ബോംബെ ഞാനൊരു കൺവെൻഷന് പ്രസംഗിച്ച് തിരിച്ച് നാട്ടി വന്നു. ഞാൻ മാത്രമല്ല, അവസാന ദിവസം ഇവിടെ പ്രസംഗിക്കുന്ന കർത്തൃദാസൻ, ഞങ്ങൾ 2 പേരും കൂടെ പോയി പ്രസംഗിച്ച് നാട്ടി വന്നു. അദ്ദേഹവും ഞാനും വന്നു കഴിഞ്ഞ് ഒരു ദിവസം എൻ്റെ ഫോണിൽ ഒരു സഹോദരി വിളിച്ചു പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചപ്പം ദൈവത്തിൻ്റെ ആത്മാവനോട് പറഞ്ഞു, പേപ്പറും ഞണ്ണം വലിച്ചെറിയുന്നത് പോലെ കുടുംബജീവിതം തകർക്കപ്പെട്ടിരിക്കുക, ആത്മഹത്യക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞാനിത് പറഞ്ഞപ്പോൾ അവരെന്നോട് ചോദിക്കുക, എങ്ങനെ മനസ്സിലായി? ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായതല്ല, ദൈവത്തിൻ്റെ ആത്മാവനോട് പറഞ്ഞു. അവർ ചോദിക്കുക, പാസ്റ്ററെ നിങ്ങളെ എങ്ങനെ വിളിച്ചെന്ന് മനസ്സിലായോ? ഞാൻ പറഞ്ഞില്ല. അവരവരുടെ അനുഭവം പറയാൻ തുടങ്ങി. സോഫ്റ്റ്വെയർ കമ്പനിയിൽ മാനേജരായി ജോലി ചെയ്യുന്ന ഒരു സഹോദരി, ഭർത്താവ് ബോംബെയിലെ അറിയപ്പെടുന്ന ബിസിനസ്സുകാരൻ, കുടുംബജീവിതം തകർക്കപ്പെട്ടു. പങ്ക് ബിസിനസ്സിൽ ആ മനുഷ്യൻ ഏർപ്പെട്ടപ്പോൾ മുതൽ എന്തോ വീടുമായിട്ട് അദ്ദേഹത്തിന് ഒരു ബന്ധവും ഇല്ലാതായി. ബോംബെയിലെ ചുവന്ന തെരുവിൽ ആ മനുഷ്യൻ ജീവിക്കുന്നു, അധാർമികമായ ജീവിതം. കുഞ്ഞുങ്ങൾക്കും തനിക്കും ഭർത്താവിൽ നിന്ന് വല്ല മാരക രോഗങ്ങളും പകരുമോ എന്നുള്ള ചിന്ത കൊണ്ട് ഈ സഹോദരി ആത്മഹത്യ ചെയ്യുവാൻ വിഷം മേടിക്കാൻ പോയി. വിഷവും മേടിച്ച് തിരിച്ചു വരുന്ന വഴിക്ക ഞങ്ങൾ പ്രസംഗിക്കുന്ന കൺവെൻഷൻ്റെ ഒരു നോട്ടീസ്, ഒരു വാൾ പോസ്റ്റ് അവിടെ കണ്ടത്. അതിനകത്തെ ഫോട്ടോ കണ്ടപ്പോൾ അവരോട് ആരോ പറഞ്ഞു, ഇവരെ വിളിക്കണം. അങ്ങനെ വിളിച്ചപ്പം ഞാൻ പറഞ്ഞു, ദൈവം നിങ്ങളെ സഹായിക്കും. അവർ പറഞ്ഞു, ഇല്ല പാസ്റ്ററെ, നിങ്ങൾ പറയുന്ന പോലെ ഒന്നും സംഭവിക്കത്തില്ല. ഞങ്ങൾ വലിയ കടഭാരത്തിൻ്റെ നടുവിലാണ്. എൻ്റെ ഭർത്താവ് വീടുമായിട്ട് ഒരു ബന്ധമില്ലാതെ ജീവിക്കുക, തികഞ്ഞ മദ്യപാനിയായി ജീവിക്കുന്നു. നിങ്ങൾ പറഞ്ഞതുപോലെ ഒന്നും സംഭവിക്കത്തില്ല. ഞാൻ പറഞ്ഞില്ല സിസ്റ്ററെ, ഞാൻ പ്രസംഗിക്കുന്നത് യഹൂദനായ ഒരു ആശാരിയെക്കുറിച്ച്. ആശാരിമാരുടെ പണിയെന്ന് പറയുന്നത് നശിപ്പിക്കുക എന്നല്ല, ബന്ധമില്ലാതെ കിടക്കുന്ന ഉരുപ്പടികളൊക്കെ എടുത്ത് മനോഹരമായി ചിന്തേറിട്ട് അതിനെയെല്ലാം ഒരുക്കി ആണിയൊക്കെ ഒട്ടിച്ചതിനെ പണിതെടുത്ത് മനോഹരമായ ഫർണിച്ചറാക്കി മാറ്റുന്നവൻ ആശാരി. ഈ യഹൂദനായ ആശാരിക്ക് നിങ്ങളുടെ വീടിന്റെ ചരിത്രത്തെ മാറ്റാൻ കഴിയും. അവർ പറഞ്ഞു, പലരുടെയും ജീവിതത്തിൽ നടന്നെന്നുള്ളത് സത്യ, പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിൽ. ഒടുവിൽ ഞങ്ങൾ ഒത്തിരി സംസാരിച്ചു. ഒടുവിൽ അവരിങ്ങനെ ഒരു തീരുമാനത്തിലെത്തി. ഞാൻ പറഞ്ഞു, 6 മാസം ഉണ്ടല്ലോ, എന്തിനാ അത്? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ വിഷക്കുപ്പിയിലെ എക്സ്പയറി ഡേറ്റ് 6 മാസം ഉണ്ടെന്നല്ലേ പറഞ്ഞു. ഞങ്ങൾ 6 മാസം ഒന്ന് പ്രാർത്ഥിച്ചു നോക്കാം. 6 മാസത്തിനകം നിങ്ങൾക്ക് വിടുതൽ ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾ മരിച്ചു. സ്തോത്രം. 6 മാസം ഒന്നും എടുത്തില്ല കേട്ടോ. 2ാമത്തെ മാസം നാളെ കഴിഞ്ഞ് ഇവിടെ പ്രസംഗിക്കാൻ വരുന്ന ദൈവദാസന്റെ സഭയിൽ അവർ കുടുംബമായി കടന്നു വന്നു. അവിടെ നടന്ന ഒരു 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ നടുവിൽ അവരുടെ അകത്ത് കിടന്ന കൈവശ ഛർദ്ദിച്ചു പോയി.
ഇന്ന് അവർ രണ്ടുപേരും 250 പേര് കൂടുന്ന ഒരു സഭയുടെ നടത്തിപ്പുകാരായി ബോംബെയിൽ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുക. റെനി ജോർജിന്റെ കുടുംബത്തെ സ്വാധീനിച്ച, നക്സൽ ബേബിച്ചാന്റെ കുടുംബത്തെ സ്വാധീനിച്ച, അങ്ങനെ ആയിരക്കണക്കിന് ആളുകളുടെ കുടുംബങ്ങളുടെ ചരിത്രം മാറ്റിയ പുസ്തകത്തെ കുറിച്ച് ഞാൻ ഇന്ന് രാത്രി ഭാരതപ്പുഴയിൽ ഉറക്കെ പറയുന്നു, നിങ്ങളുടെ വീടിന്റെ ചരിത്രം മാറ്റുവാൻ. സ്തോത്രം. ഇന്ന് രാത്രി എൻ്റെ വീടിൻ്റെ ചരിത്രം മാറ്റിയത് യേശുവാണെന്ന് ധൈര്യത്തോടെ പറയാൻ പറ്റുന്ന ദൈവമക്കൾ ഈ മണൽപ്പരപ്പിലുണ്ടെങ്കിൽ ആ കര ഉയർത്തി. എന്താ ഈ ആശാരിയുടെ പ്രത്യേകത എന്നറിയാമോ? ഇല്ലാത്തതാണെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാശാരി, ഉള്ളതാണെങ്കിൽ നന്നാക്കി തരുന്ന ഒരാശാരി. ധൈര്യമായിട്ട് വിശ്വസിച്ചു ആൻറ്റി. ക്രിയാറ്റിൻ ഇച്ചിരി കൂടുതലുള്ള കിഡ്നിയാന്നൊന്നും പറഞ്ഞു നിങ്ങൾ ഈ രാത്രി പേടിക്കണ്ട, അതിനെ നന്നാക്കി തരാൻ ഈ രാത്രി യേശു ഇവിടെ വന്നിട്ടുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? തീ ജാലക്കത്തെ കണ്ണുള്ളവനായി, മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, നക്ഷത്രം വലകയിൽ പിടിച്ചവനായി, തേജസ് വാരി ഉടുത്തവനായി, ആരും അടയ്ക്കാതെ വേണം തുറക്കുന്നവനായി, ആരും തുറക്കാതെ വേണം അടയ്ക്കുന്നവനായി, ആരടച്ചാലും തുറക്കുന്നവനായി, രാജാതി രാജാവായി, കർത്താതി കർത്താവായി, അമർത്യതയുള്ള ദൈവമായി, കത്തി തൊടാതെ ശസ്ത്രക്രിയ നടത്താൻ, കൈ തൊടാതെ അത്ഭുതം ചെയ്യാൻ, ഈ ഗ്രൗണ്ടിന്റെ ഈ അറ്റം മുതൽ ഈ ശബ്ദ ശ്രവണിയിൽ പരിധി എന്നെ കേൾക്കുന്ന സകലരെ തൊടാൻ യേശു ഈ രാത്രി ഇവിടെ വന്നിരിക്കുക. വീട്ടിൽ മാത്രമല്ല യേശു അത്ഭുതം ചെയ്യുന്നത്, യേശു റോഡിൽ അത്ഭുതം ചെയ്യും. 12 വർഷമായിട്ട് രക്തസ്രാവമുള്ള സ്ത്രീ ആശുപത്രി തോറും. എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ ഇങ്ങനൊരു ചൊല്ലുണ്ടല്ലോ, പുതിയ ഡോക്ടർമാരെക്കാട്ടി നല്ലത് പഴയ രോഗിയാണ്. കേട്ടിട്ടില്ലേ പാസ്റ്ററെ? പുതിയ ഡോക്ടർമാരെക്കാട്ടി നല്ലത് അവർ നല്ലൊരു ഡോക്ടറായി മാറി. എന്താ ഈ ഡോക്ടർ മനസ്സിൽ ഇപ്പോൾ ഉള്ള ചിന്തയെന്നറിയാം? ഒത്തിരി നാൾ മരുന്ന് കഴിച്ച് ഈ ഡോക്ടർക്ക് മനസ്സിലായി ഈ മരുന്നിനൊന്നും എന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇത് തന്നെയല്ലേ നിങ്ങളുടെ മനസ്സും പറയുന്നേ? ഇന്ന് രാത്രി മനസ്സ് പറയുന്നത് വിടുവിക്കാൻ പറ്റത്തില്ലെന്നാ. പക്ഷെ ഈ ആൾക്കൂട്ടത്തിൻ്റെ നടുവിലൂടെ ഒരുവൻ നടന്നു പോകുന്നുണ്ട് കേട്ടോ. തൊടാൻ പറ്റുന്നവനാ, തൊട്ടാൽ അനങ്ങാത്ത, തൊട്ടാൽ അറിയാത്ത, വിളിച്ച വിളി കേൾക്കാത്ത ഒരു ദൈവത്തെ അല്ലിന്ന് രാത്രി ഞാനിവിടെ പ്രസംഗിക്കുന്നത്. വിളിച്ച വിളി കേൾക്കുന്ന, തൊട്ടാൽ തൊട്ടതാരാന്ന് തിരിച്ചറിയുന്ന, ശബ്ദം തിരിച്ചറിയാൻ പറ്റുന്ന, ഉറക്കെ വിളിച്ചാട്ട് പ്രിയപ്പെട്ടവരെ യേശുവേ. യേശു ചോദിക്കുക, എന്നെ തൊട്ടതാര്? ഇന്ന് രാത്രി തൊട്ടവനെ അറിയാൻ പറ്റുന്ന ഒരു ദൈവമാണ് ഞാൻ പ്രസംഗിക്കുന്ന ദൈവം. കണ്ണുണ്ടായിട്ട് കാണാത്ത, കൈ ഉണ്ടായിട്ട് സ്പർശിക്കാത്ത, കാലുണ്ടായിട്ട് നടക്കാത്ത, മൂക്കുണ്ടായിട്ട് മണക്കാത്ത, മനുഷ്യൻ്റെ കൈവേലയായ ഒരു ഊമവിഗ്രഹമല്ല ഞാൻ പ്രസംഗിക്കുന്നത്. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച, ഭൂമിയിലെ പൊടിയെ തൻ്റെ കൈകൊണ്ട് വഹിക്കാൻ പറ്റുന്ന, ഉളവാകട്ടെന്നുള്ള വാക്കുകൊണ്ട് ഉളവാക്കിയ, എബേദ എന്ന വാക്കുകൊണ്ട് തുറന്നു വരിക എന്ന് കൽപ്പിച്ച, 44 പടി താഴെ ബന്ധിക്കപ്പെട്ടിരുന്ന ലാസറിനെ പുറത്തു കൊണ്ടുവന്ന യേശു വീട്ടിലും റോഡിലും മാത്രമല്ല യേശു അത്ഭുതം ചെയ്യുന്നത്. യേശു പള്ളിയുടെ അകത്ത് അത്ഭുതം ചെയ്യും. പള്ളിയുടെ അകത്ത് ഇവിടെ ചിലരുടെ ഇരിപ്പ് കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഇവിടെ പള്ളിയിലും ഒരത്ഭുതം നടന്നേ പറ്റത്തുള്ളൂ. കാരണം ഇരിക്കേണ്ടവരാരും പള്ളിക്കകത്തില്ല, കൈയടിക്കത്തില്ല, സ്വോത്രവും പറയത്തില്ല, ഒരുമാതിരി വരണ്ട കൈയുള്ള. ഈയിടെ ഒരിടത്ത് പ്രസംഗിക്കാൻ ഞാൻ ഒരു അച്ഛൻ്റെ ഇരിപ്പ് കണ്ടപ്പോൾ ഞാൻ അവിടുത്തെ പാസ്റ്ററോട് ചോദിച്ചു, ഇദ്ദേഹത്തിൻ്റെ ചെവിക്ക് വല്ല കുഴപ്പമുണ്ടോ ചോദിച്ചു. പാസ്റ്ററിനോട് പറഞ്ഞു, ഇവിടെ ചെവിക്ക് കുഴപ്പമില്ലാത്ത ഒരു മനുഷ്യനുണ്ടെങ്കിൽ ഇങ്ങേര് മാത്രം കേൾക്കേണ്ടാത്തതെല്ലാം കേൾക്കും, അതിൻ്റെ എല്ലാ അറ്റത്ത് പിടിച്ച് വഴക്കും ഉണ്ടാക്കും. ഞാൻ ചോദിച്ചു, പിന്നെ എന്നെ എങ്ങനെ ഇവിടെ ഇരിക്കുന്നത്? അന്നേരം അദ്ദേഹം പറയാം, ഞാനിവിടെ ശുശ്രൂഷിക്കാൻ വന്നിട്ട് 4 കൊല്ലമായി, ഇന്ന് വരെ പ്രസംഗം നടക്കുമ്പോൾ ഇദ്ദേഹം അനങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല, കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. ഇപ്പം കണക്ക് കൂട്ടുന്നവർ ഈ ഭാരതപ്പുഴയിലുള്ള മുഴുവൻ പേരെയും കൊണ്ട് സ്തോത്രം പറയിപ്പിക്കാവുന്നത് കരാറൊന്നും ഞാൻ ഏറ്റിട്ടില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞാലും പറഞ്ഞില്ലല്ലോ, എന്നെ ഏൽപ്പിച്ചത് പറഞ്ഞേച്ചു പോവാണെന്ന്, അതല്ലോ എൻ്റെ ഉത്തരവാദിത്തം. ഞാനങ്ങ് പ്രസംഗിച്ചു. പിറ്റേ പ്രാവശ്യം ഒന്നുകൂടെ എന്നെ പ്രസംഗിക്കാൻ അവർ വിളിച്ചു. ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ അച്ചാനെ തന്നെ ശ്രദ്ധിക്കേണ്ടി വന്നു. വേണ്ടുന്നതിനും വേണ്ടാത്തതിനും എല്ലാം ഇങ്ങനെ സ്വത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, ഇതെന്നാന്ന് ചോദിച്ചു. ഇങ്ങനെ പാസ്റ്ററിനോട് പറഞ്ഞു, ഇപ്പം ഇങ്ങനെയാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അത് പ്രത്യേകിച്ച് കാരണം? അത് ഒരാഴ്ചയായിട്ട് തുടങ്ങിയ സോക്കേടാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, പ്രത്യേകിച്ച് കാരണം? അത്
ഈയിടെ ഇച്ചിരി ഒരു മുഴ പോലെ ഉണ്ടായിരുന്നു, അത് കുറച്ച് ബയോപ്സിക്ക് എന്നും പറഞ്ഞ് അങ്ങ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. അപ്പം മുതൽ ഇങ്ങനെയാന്ന് പറഞ്ഞു. അപ്പോൾ അനങ്ങാത്തൊരു അനങ്ങും. എന്താ വെച്ചാ ബയോപ്സി പേടിച്ചല്ല അനങ്ങേണ്ടത്, ഈ രാത്രി ജീവൻ തന്ന ദൈവത്തെ. വീട്ടിലും റോഡിലും പള്ളിയിലും മാത്രമല്ല യേശു അത്ഭുതം ചെയ്യുന്നത്, നിർജ്ജന പ്രദേശത്ത് യേശു അത്ഭുതം ചെയ്യും. യേശു വെള്ളത്തിൽ അത്ഭുതം ചെയ്യും. യേശു കല്ലറയിൽ അത്ഭുതം ചെയ്യും. എത്രാമത്തെ ദിവസമാണെന്നറിയോ? 4-ാമത്തെ ദിവസം. ഞാൻ യേശുവിനോട് ചോദിച്ചു, ഇതന്നെ ഈ 4 ദിവസം ഡിലേ ആയേ, 4 ദിവസം താമസിക്കാൻ കാര്യം? അന്നേരം പറഞ്ഞത് ഇതാ, കൂടെ നടക്കുന്നവർ വിശ്വസിക്കാൻ വേണ്ടിയാണ്. അപ്പം ഇത്ര അത്ഭുതം കണ്ടിട്ടും കൂടെ നടക്കുന്നവർക്കാർക്കും അപ്പം വിശ്വാസം ഇല്ലാത്തവർ അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. 35 അത്ഭുതത്തിന്റെ കാര്യം ഞാൻ മുമ്പേ പറഞ്ഞു, 3.5 വർഷത്തിനിടെ. അതിനകത്ത് ഏറ്റവും ലാസ്റ്റ് നടക്കുന്ന ഒരു അത്ഭുതം ലാസറിന്റെ കല്ലറയിലെ അത്ഭുതം. ലാസറിന്റെ കല്ലറയിലെ അത്ഭുതം കഴിഞ്ഞ് 50-ാമത്തെ ദിവസം യേശുവിന്റെ ക്രൂശീകരണം. 4 ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നത് അത്ഭുതം ചെയ്യാനായിട്ട്. അന്നേരം അവർ ചോദിച്ചു, ഇനി എന്നാത്തിന് പോവാ? അന്നേരം പറഞ്ഞു, നമ്മൾ അവനെ ഉയർപ്പിക്കാൻ പോവാ. അന്നേരം അവര് പറയാ, അതിനകത്ത് ദിദിമോസ് എന്ന് പറയുന്ന തോമസ് പറയാ, കൂട്ടുകാരോട് പറയാ, ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാ, നമ്മൾ ഈ പോക്ക് പോകുന്നത് ഉയർപ്പിക്കാനൊന്നുമല്ല, ഈ പോക്ക് അവന്റെ കൂടെ മരിക്കാനാ. ഇങ്ങനെയുള്ളവരൊക്കെയാ കൂടിയിരിക്കുന്നത്, പിന്നെ എത്ര ശരിയാവും? എന്നാ 4 ദിവസം താമസിച്ചേ? എന്നാ 4 ദിവസം താമസിക്കാൻ കാര്യം? യഹൂദന്റെ ഒരു പ്രമാണമുണ്ട് കേട്ടോ, മരിച്ച് 3 ദിവസം കഴിഞ്ഞാലേ ആത്മാവ് മേളിലോട്ട് പോത്തുള്ളെന്ന് അവരുടെ ഒരു ചിന്ത. ഉയർപ്പ് 2 ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ഒന്ന് യായിറോസിന്റെ വീട്ടിൽ, മറ്റൊന്ന് ദൈവത്തിന് സ്തോത്രം നൈനിലെ വിധവയുടെ വീട്ടിൽ. ഇത് രണ്ടും നടന്നിട്ടുണ്ടെങ്കിലും ഇവരുടെ മനസ്സിലൊരു ധാരണ ഉണ്ടായിട്ട്. അതെന്താണെന്നറിയോ? 3 ദിവസം എന്ത് ചെയ്തിട്ടില്ല, ആയിട്ടില്ല. യായിറോസിന്റെ വീട്ടിൽ നടന്ന ഉയർപ്പെന്ന് പറയുന്നത് മരിച്ച സമയത്ത് തന്നെ ജനം ഉയർപ്പിക്കായിരുന്നു. പോകുന്നത് കണ്ടുകൊണ്ട് കൈയൊട്ട് വിളിച്ചിങ്ങ് പോരാൻ പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞപ്പോൾ ആത്മാവ് അനുസരിച്ചു. അത്രയുമേ അവർ വിശ്വസിച്ചിട്ടുള്ളൂ. ഇത് കഴിഞ്ഞ് ചെതേണ്ടത് നൈനിലെ വിധവയുടെ വീട്ടിൽ, അത് 3 ദിവസമായിട്ടില്ല. അടക്കാൻ കൊണ്ടുപോയ വഴിക്ക് പുള്ളി വിളിച്ചു വരുത്തി എന്ത് ചെയ്തതാ? ഉയർപ്പിച്ചതാ. ഇപ്പൊ ഇവർക്ക് മനസ്സിലായി, ചെല്ലേണ്ടടത്ത് ഇത് എന്ത് ചെയ്തിട്ടുണ്ട്? ചെന്നിട്ടുണ്ട്. ഇനി ഈ പുള്ളി എന്നല്ല, ഏത് പുള്ളി വിളിച്ചാലും എന്ത് ചെയ്യത്തില്ല. അങ്ങനൊക്കെ ചിലർക്കൊരു ധാരണയുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തൊരു വിടുതൽ എന്ത് ചെയ്യത്തില്ല. ഇന്ന് രാത്രി നിനക്ക് വേണ്ടിയാ യേശു ഇവിടെ വന്നിരിക്കുന്നത്. ഇനിയും വിടുതൽ ഇല്ലെന്ന് നീ വിശ്വസിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തില്ല. വന്നപ്പോഴേ കൈയടിക്കുന്നവരാണേലും പന്തിയിലിരിക്കുന്നവരാണേലും അന്യഭാഷ പറയുന്നവരാണേലും മാർത്താം മറിയം പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറയുന്നത്? ഉയർപ്പൊക്കെ ഉണ്ട്. എപ്പോഴാ? ഒടുക്കത്തെ. ഇവ ഭയങ്കര തിയോളജി അല്ലേ, അതുകൊണ്ടല്ലേ BD CD എല്ലാം കൈയിരിക്കുന്നുണ്ട്. അവർ ഉറക്കെ പറയല്ലേ, ഉയർപ്പ് എങ്ങനെ നടക്കും, 7 താഴ്ചയുള്ള ശരീരം 7 ഉയർച്ച പ്രാപിക്കുന്നത് എങ്ങനെയാന്നൊക്കെ ഞങ്ങൾ പഠിച്ചെന്ത് ചെയ്തിരിക്കുക, വെച്ചിരിക്കുക. സ്തോത്രം. അപ്പൊ യേശു പറയാ, നിങ്ങളുടെ തിയോളജി അല്ല എനിക്ക് ആവശ്യം, അവനെ വെച്ചത് എവിടാന്ന് എനിക്ക് ആപ്പടെ അത്ഭുതം തോന്നി. ലാസർ ദീനമായി കിടക്കുന്ന കാര്യം നാട്ടുകാർ ചെന്ന് അറിയിച്ചു. പക്ഷെ ലാസർ മരിച്ച കാര്യം കമ്പിയിലും ഇല്ല, അറിയിച്ചില്ല. യൂട്യൂബ് വഴി അറിയിച്ചില്ല, ഗൂഗിൾ വഴി അറിയിച്ചില്ല, വാട്സപ്പ് വഴി അറിയിച്ചില്ല, ഫേസ്ബുക്ക് വഴി അറിയിച്ചില്ല. യേശു തന്നെ അറിഞ്ഞേച്ച് അവരോട് പറഞ്ഞു, ലാസർ മരിച്ചു. അവർക്ക് മനസ്സിലായില്ല. അന്നേരം ശരിക്കും തെളിച്ച് പറഞ്ഞു കൊടുത്തു ലാസർ എന്ത് ചെയ്തു കഴിഞ്ഞു. അപ്പം ലാസർ മരിച്ച കാര്യം നാട്ടുകാരെ അറിയിച്ചത്, ഈ ശിഷ്യന്മാരെ അറിയിച്ചത് യേശു തന്നെയാണ്. അപ്പം വ്യക്തമായിട്ടും മരിച്ച വിവരം മനസ്സിലായ യേശുവിന് വെച്ച കല്ലറ എവിടാന്ന് മനസ്സിലാക്കാൻ വല്ല പാടുകൊണ്ടോ? പിന്നെന്നാ കല്ലറ കാണിക്കാൻ പറഞ്ഞേ? അതാ മാർത്തേ മറിയെ നാട്ടുകാരും ഒക്കെ ലാസറിനെ കല്ലറ വെച്ചപ്പം അടച്ചത് ലാസറിനെ മാത്രമല്ല, ലാസറുമായിട്ടുള്ള ബന്ധത്തിലുള്ള സകല പ്രതീക്ഷകളെ അവർ അടച്ചു വെച്ചിരിക്കുക. ഇനി ഇവർക്ക് ഈ വിഷയത്തിൽ ഒരു പ്രതീക്ഷ ഉള്ളത് ഒടുവിലത്തെ നാളിൽ മാത്രമാണ്. ഇന്ന് രാത്രി എൻ്റെ യേശുവിന് അറിയേണ്ടത്, നിന്റെ പ്രതീക്ഷയെ നീ അടച്ചത് എവിടാന്ന് അറിയേണ്ടത്.
ഭാരതപ്പുഴ മണൽപ്പുറത്ത് തന്നെ കേൾക്കുന്ന സുഹൃത്തെ, നാളുകൾ കൊണ്ട് നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു, നന്നായിട്ട് വചനമറിയാം, നല്ല ശുശ്രൂഷയ്ക്കുള്ള നിയോഗം നിങ്ങളുടെ മേൽ ദൈവം തന്നതാ. പക്ഷേ എവിടെയോ ഈ വഴിത്താരയിൽ, എവിടെയോ ഈ ജീവിതയാത്രയിൽ നിങ്ങളുടെ പ്രതീക്ഷകളെ നിങ്ങൾ അടച്ചു കളഞ്ഞു. ആ പ്രതീക്ഷ അടഞ്ഞിടത്തോട്ട് ഈ രണ്ടാമത്തെ രാത്രി എന്റെ യേശുവിനെ കൊണ്ടൊന്ന് പോകുവാൻ നിങ്ങൾ തയ്യാറാണോ? യേശു അത്ഭുതം ചെയ്യും. ഈ അത്ഭുതങ്ങളിലൂടെ മത്തായി പ്രഖ്യാപിക്കുകയാണ് യേശു രാജാവാകുന്ന ക്രിസ്തു തൻ്റെ പ്രജകൾക്ക് നൽകിയ മഹത്തായ 5 പ്രഭാഷണങ്ങളാണ് മത്തായി സുവിശേഷത്തിൻ്റെ പ്രമേയം. ഒന്നാമത്തെ പ്രസംഗമാണ് 5, 6, 7 അധ്യായത്തിലെ പർവ്വത പ്രസംഗം. രാജാ റാം മോഹൻ റോയ്, സ്വാമി വിവേകാനന്ദൻ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി എന്ന് വേണ്ട സമൂഹത്തിലെ ഉന്നതന്മാരായ, ഭാരത ചരിത്രത്തിലെ ഉന്നതന്മാരായ ആളുകളെ സ്വാധീനിച്ചിട്ടുള്ള 111 വാക്യങ്ങൾ. ഒരിക്കൽ മഹാത്മാവ് ഇങ്ങനെ പറയുവാനിടയായി, ഭഗവത്ഗീത നഷ്ടപ്പെട്ടാലും സാരമില്ല, ഗിരിപ്രഭാഷണം എൻ്റെ മനസ്സിലുണ്ടല്ലോ. അത്രമാത്രം അദ്ദേഹത്തെ സ്വാധീനിച്ച 111 വാക്യങ്ങൾ. ഇതായിരുന്നു യേശുവിൻ്റെ ഒന്നാമത്തെ പ്രസംഗം. യേശുവിൻ്റെ രണ്ടാമത്തെ പ്രസംഗമാണ് 10, 11 അധ്യായത്തിൽ ദൈവരാജ്യം സംബന്ധിച്ചുള്ള പ്രസംഗം. യേശുവിൻ്റെ മൂന്നാമത്തെ പ്രസംഗമാണ് 13ന്റെ 1 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിൽ പടകിലിരുന്നു കൊണ്ടുള്ള പ്രസംഗം. യേശുവിൻ്റെ നാലാമത്തെ പ്രസംഗമാണ് 18ാമത്തെ അധ്യായത്തിൽ മാനസാന്തരം സംബന്ധിച്ച പ്രസംഗം. യേശുവിൻ്റെ 5ാമത്തെ പ്രസംഗമാണ് 24ാമത്തെ അധ്യായത്തിൽ തനിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ മടങ്ങി വരവ് സംബന്ധിച്ച പ്രസംഗം. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമേയമായിരുന്നു ദൈവരാജ്യം. ദൈവരാജ്യം സംബന്ധിച്ച് യേശു 14 ഉപമകൾ ഉപയോഗിച്ചിരിക്കുന്നത് സുവിശേഷങ്ങളിൽ നമുക്ക് മനസ്സിലാകും. ഈ വായിച്ച ഭാഗത്തിന് മുമ്പ് ഏകദേശം 8 ഉപമകൾ ദൈവരാജ്യം സംബന്ധിച്ച് യേശു ഉപയോഗിച്ചു. അപ്പോൾ ആളുകൾക്ക് മനസ്സിലായി എന്താണ് ദൈവരാജ്യം. ദൈവരാജ്യം മനസ്സിലായ ആളുകളെ യേശു വിളിക്കുക, ധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇതേ വാക്യങ്ങൾ വെച്ച് കഴിഞ്ഞ വർഷം ഭാരതപ്പുഴ കൺവെൻഷന്റെ സമാപന രാത്രിയിൽ ക്രിസ്തുവിൽ പ്രസിദ്ധനായിരിക്കുന്ന പാസ്റ്റർ ബാബു ചെറിയാൻ അവറുകൾ ഇവിടെ സംസാരിച്ചത് യൂട്യൂബിൽ ഞാൻ ശ്രദ്ധിക്കുവാനിടയായി. ഒരുപക്ഷെ ആ വാക്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കാണും. ഇന്ന് രാത്രിയിൽ അതിൽ നിന്ന് ഒരിച്ചിരി വ്യത്യസ്തമായ ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. മനുഷ്യകുലത്തിൻ്റെ മേലിരിക്കുന്ന 4 ഭാരങ്ങളെ കുറിച്ചാണ് ബൈബിൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഒന്നാമത്തെ ഭാരത്തിൻ്റെ പേര് പാപഭാരം എന്നാണ്. രണ്ടാമത്തെ ഭാരത്തിൻ്റെ പേര് രോഗഭാരം എന്നാണ്. മൂന്നാമത്തെ ഭാരത്തിൻ്റെ പേര് മതനിയമങ്ങളുടെ ഭാരം എന്നാണ്. നാലാമത്തെ ഭാരത്തിൻ്റെ പേര് ആത്മീക ക്ഷീണാവസ്ഥയുടെ ഭാരം എന്നാണ്. അതുകൊണ്ടാ പണ്ട് ദിനകരൻ സാറ് പാടിയ ഒരു പാട്ടുണ്ട്, പാപത്താലും രോഗത്താലും ഭാരപ്പെടുന്ന മനുഷ്യനെ വിളിക്കുന്ന ആ പഴയ സുവിശേഷ ഗീതം. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന്. എൻ്റെ അത്രയും നിങ്ങൾ പാടാത്തത് കൊണ്ട് ഞാൻ പാടുന്നില്ല, എങ്കിലും ആ വരികൾ ഇങ്ങനെ കടന്നുവാ. ചേർന്ന് പാടാമോ? കടന്നുവാ കടന്നുവാ, യേശു നിന്നെ വിളിക്കും. എല്ലാവരും ചേർന്ന് പാടിക്കാട്ട്. കടന്നുവാ കടന്നുവാ, യേശു നിന്നെ വിളിക്കുന്നു. കടന്നുവാ കടന്നുവാ, ചേർന്ന് പാടിക്കാട്ട് പ്രിയപ്പെട്ടവരെ. യേശു നിന്നെ വിളിക്കുന്നു. പ്രധാനപ്പെട്ട 4 ഭാരങ്ങൾ: പാപത്തിന്റെ ഭാരം, രോഗത്തിന്റെ ഭാരം, മതനിയമങ്ങളുടെ ഭാരം, ആത്മീക ക്ഷീണാവസ്ഥയുടെ ഭാരം. ഓരോന്നും നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തെ ഭാരമാണ് പാപത്തിന്റെ ഭാരം. വായിക്കാമോ? വിലാപങ്ങളുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 14-ാം വാക്യം ഇങ്ങനെ പറയുന്നു: എൻ്റെ അതിക്രമങ്ങളുടെ നുകം അവൻ സ്വന്തം കയ്യാൽ പിണച്ചിരിക്കുന്നു, അത് എൻ്റെ കഴുത്തിൽ പിണഞ്ഞിരിക്കുന്നു. അവൻ എൻ്റെ ശക്തി ക്ഷയിപ്പിച്ചു, എനിക്ക് എതിർത്തു നിൽക്കുവാൻ കഴിയാത്തവരുടെ കയ്യിൽ കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പം മനുഷ്യന്റെ കഴുത്തെ പിണഞ്ഞിരിക്കുന്നതും അവൻ്റെ ശക്തി ക്ഷയിപ്പിക്കുന്നതുമായ ഒരു ഭാരമാണ് പാപത്തിൻ്റെ ഭാരം. പാപത്തെക്കുറിച്ച് സകല മതങ്ങൾക്കും
കാഴ്ചപ്പാടുകളുണ്ട് എന്നെനിക്കറിയാം. സാധാരണ ഭാരതത്തിലെ ഋഷിവര്യന്മാരൊക്കെ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളാണ്: ഇരുട്ടിൽ നിന്ന് തന്നെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ, അസത്യത്തിൽ നിന്ന് തന്നെ സത്യത്തിലേക്ക് നയിക്കണമേ, അന്ധകാരത്തിൽ നിന്ന് തന്നെ പ്രകാശത്തിലേക്ക് നയിക്കുന്നതോടൊപ്പം പാപത്തിൽ നിന്ന് തന്നെ ധൈര്യത്തിലേക്കും പ്രത്യാശയിലേക്കും നടത്തണമേ. മതങ്ങൾക്കൊക്കെ പാപത്തെക്കുറിച്ച് കാഴ്ചപ്പാടുകളുണ്ട്. ഇന്ന് രാത്രിയിൽ മതങ്ങളുടെ കാഴ്ചപ്പാടുകൾ പറയുവാനല്ലല്ലോ ഞാനിവിടെ നിൽക്കുന്നത്. ബൈബിളിന് പാപത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ് എന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്. കാരണം സമയത്തിൻ്റെ പരിമിതി മതങ്ങളുടെ കാഴ്ചപ്പാടുകളിലേക്ക് പോകുവാൻ എന്നെ അനുവദിക്കുന്നില്ല. അതിനേക്കാൾ യേശുവിനെ കുറിച്ച് പറഞ്ഞ് തീർന്നിട്ട് വേണ്ടായോ വേറെ ആരെക്കുറിച്ചെങ്കിലും പറയാൻ? അതുകൊണ്ട് മറ്റാരെങ്കിലും കുറ്റപ്പെടുത്തുവാനാ ഈ യോഗങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കുമെന്ന് നിങ്ങളാരും ഒരിക്കലും വിചാരിക്കരുത്. ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിനെ കുറിച്ച് പറഞ്ഞ് തീരാൻ പോലുമുള്ള സമയം ഞങ്ങൾക്കില്ല. കാരണം യേശു ജനിച്ചതുപോലെ ആരും ഈ ലോകത്തിൽ ജനിച്ചിട്ടില്ല. യേശു ജീവിച്ചതുപോലെ ആരും ഈ ലോകത്തിൽ ജീവിച്ചിട്ടില്ല. യേശു സ്നേഹിച്ചതുപോലെ ആരും ഈ ലോകത്തെ സ്നേഹിച്ചിട്ടില്ല. യേശു മരിച്ചതുപോലെ ആരും ഈ ലോകത്തിൽ മരിച്ചിട്ടില്ല. യേശുവിനെ അടക്കിയതുപോലെ ആരെ ഈ ലോകത്തിൽ അടക്കിയിട്ടില്ല. യേശു ഉയർത്തെഴുന്നേറ്റതുപോലെന്ന് പറയേണ്ട കാര്യമില്ല. ഉലക മഹാന്മാരകിലരും ഒരുപോലെ കല്ലറയുടെ അകത്തുറങ്ങുമ്പോൾ കല്ലറയുടെ അകത്തുനിന്ന് ഉയർത്തി ഒരു ദൈവം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന യേശു മാത്രം. യേശു മടങ്ങി വരാമെന്ന് പറഞ്ഞതുപോലെ ആരും മടങ്ങി വരാമെന്ന് പറഞ്ഞിട്ടില്ല. ഇല്ലേ ഇല്ല, ഇവനെ പോലെ ആരാധ്യൻ ആരുമില്ല. ഇവന്റെ ഒപ്പം നിൽക്കാൻ ഒരൊറ്റയാളുമില്ല. അതുകൊണ്ട് വേറെ ആരെക്കുറിച്ചും പറയാനുള്ള നേരം എനിക്ക് പാപത്തെക്കുറിച്ച് ബൈബിളിന്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അതിക്രമങ്ങളുടെ മുഖം അവൻ സ്വന്തം കൈയാൽ പിണച്ചിരിക്കും. അവ എൻ്റെ കഴുത്തിൽ പിണഞ്ഞിരിക്കും. അവൻ എൻ്റെ ശക്തി ചെയ്യിപ്പിച്ചു. എനിക്ക് എതിർത്തു നിൽക്കുവാൻ കഴിയാത്തവരുടെ കയ്യിൽ കർത്താവിനെ ഏൽപ്പിച്ചു. മനുഷ്യന്റെ കഴുത്തിൽ കുരുങ്ങിക്കിടക്കുന്നതും അവൻ്റെ ശക്തി ചെയ്യിപ്പിക്കുന്നതുമായ ഒരു ഭാരമാണ് പാപത്തിൻ്റെ ഭാരം. ശാസ്ത്രീയ വിശകലനമൊക്കെ പഠിച്ചിട്ടുള്ളവർക്കറിയാം, 1.5 കിലോയിൽ കൂടുതൽ ഭാരം ഒരു മനുഷ്യൻ്റെ കഴുത്തിൽ കുരുങ്ങിയാൽ ആ മനുഷ്യൻ മരിക്കും. കാരണം ഒന്നെങ്കിൽ സ്പൈനൽ കോഡ് ജാമാകും, അല്ലെങ്കിൽ ശ്വാസം മുട്ടും. രണ്ടിലേത് സംഭവിച്ചാലും മരിക്കും. അതുകൊണ്ടാ ബൈബിൾ പറയുന്നത് പാപത്തിന്റെ ശമ്പളം മരണമത്ര. നൂറ്റാണ്ടുകൾ കൊണ്ട് മനുഷ്യനെ കൊല്ലുന്ന പാപമെന്ന ഭാരം, മനുഷ്യന്റെ കഴുത്തെ കുരുങ്ങിക്കിടക്കുന്ന പാപമെന്ന ഭാരം. സുഹൃത്തെ, ഒരുപക്ഷെ ഇന്ന് രാത്രി നിങ്ങളുടെ കഴുത്തേലും അത് കിടപ്പുള്ളത് കൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ ശ്രദ്ധിക്കണം ഈ സന്ദേശം. എന്താ പാപം? വാട്ട്സ് എ മീനിങ് ഓഫ് സിൻ? പാപം എന്നതിൻ്റെ അർത്ഥം എന്താ? ബൈബിളിനൊരു കാഴ്ചപ്പാടുണ്ട്. പാപമെന്നതിൻ്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ ബൈബിൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് എന്താണ് പാപം എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരും. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം ഇങ്ങനെയാണ് പഠിക്കുന്നത്: ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മണിമകുടമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ തോട്ടമായി ഏദനിൽ ദൈവനെ ആക്കി വെച്ചു. ഏദേൻ തോട്ടത്തിലായിരുന്ന മനുഷ്യൻ ഏകനായിരുന്നു. ഏകനായിരുന്ന മനുഷ്യന് ഏകാന്തത ഉണ്ടായിരുന്നു. അവൻ്റെ ഏകാന്തത നന്നല്ല എന്ന് ദൈവം കണ്ടു. ഒരിക്കലും മനുഷ്യൻ്റെ ഏകാന്തത ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ശ്രദ്ധിക്കണേ, ഇന്ന് രാത്രി നിങ്ങൾ ഏകാന്തത അനുഭവിക്കുന്നവരാണെങ്കിൽ ആത്മഹത്യ അല്ല അതിൻ്റെ അവസാനത്തെ പോംവഴി. ഞാൻ ഓർക്കുന്നു, പ്രസിദ്ധയായ ഒരു ഫിലിം സ്റ്റാർ, അവരുടെ പേര് സിൽക്ക് സ്മിത എന്ന, മരിക്കുന്നതിന് മുമ്പ് അവരെഴുതിയ ഒരു ആത്മഹത്യാ കുറിപ്പ്. ആ കുറിപ്പ് പത്രങ്ങൾ മുഴുവൻ പ്രസിദ്ധീകരിച്ചു. അവരിങ്ങനെ എഴുതിയത്: ലോകത്തിലുള്ള സകല മനുഷ്യരെയും ഞാൻ സ്നേഹിച്ചു, സ്നേഹിച്ചവരൊക്കെ എന്നെ വഞ്ചിച്ചു. ആത്മാർത്ഥമായി എൻ്റെ ശരീരം കൊടുത്ത് ഞാൻ സ്നേഹിച്ചവരൊക്കെ എന്നെ വഞ്ചിച്ചു. ഇന്ന് ഞാൻ ഏകാന്തത അനുഭവിക്കുന്നു, അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ ലോക മനുഷ്യൻ ആശ്രയിക്കുന്ന അങ്ങേയറ്റത്തെ വഴി ആത്മഹത്യ ഇല്ല സുഹൃത്തെ. ഏകാന്തതയുടെ പരിഹാരം ആത്മഹത്യ അല്ല. ഈ ശബ്ദ ശ്രവണ പരിധി എന്നെ കേൾക്കുന്ന സുഹൃത്തെ, ഏകാന്തതയുടെ അവസാനം ആത്മഹത്യ അല്ല. ബൈബിൾ പറയുന്നു, ഏദേൻ തോട്ടത്തിൽ ഏകനായിരുന്ന മനുഷ്യന്റെ ഏകാന്തത ഏറ്റവും ഇഷ്ടപ്പെടാഞ്ഞത് ദൈവത്തിന്. അതുകൊണ്ട് ദൈവം അവൻ്റെ ഏകാന്തത മാറ്റാൻ ചരാചരത്തിൽ നിന്ന് അനേക ജീവജാലങ്ങളെ അവൻ്റെ മുമ്പിലേക്ക് അയച്ചു. ആടുന്ന മയില്, പാടുന്ന കുയില്, ചാടുന്ന മുയല്, ഓടുന്ന മാന്, ഇതിനൊന്നും അവൻ്റെ ഏകാന്തത മാറ്റാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവനൊരു ഗാഠനിദ്ര വരുത്തി അസ്ഥിയിൽ നിന്നെടുത്തു, മെനഞ്ഞ് രൂപമാക്കി, മൂക്കി ജീവശ്വാസമൂതി അവന് വേണ്ടി കൊടുത്തു. അപ്പോൾ ഏകാന്തത അനുഭവിക്കുന്ന നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ ഇന്ന് രാത്രി ജീവനുള്ള ഒരു പ്രവൃത്തി ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന എത്ര ആളുകൾ
ആളുകൾ ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്. അവരെ തോട്ടത്തിലായിരുന്ന മനുഷ്യൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരുന്നു. ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണോ പ്രശ്നങ്ങളുടെ മേൽ നിങ്ങൾക്ക് ജയമുണ്ട്? ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണോ വെയിലുകളുടെ നടുവിൽ നിങ്ങൾക്ക് തണലുണ്ട്? ഇന്ന് രാത്രി മരണനിഴലിന്റെ താഴ്വരയിലും ദൈവത്തോട് ബന്ധമുള്ള ദൈവവൈതൽ പറയും, ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. കാരണം നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. ധൈര്യത്തോടെ പറയാൻ പറ്റുന്ന ഇല്ല ഒരനർത്ഥവും. പക്ഷെ ഒരല്പസമയം മനുഷ്യന്റെ അത്യാഗ്രഹം ദൈവത്തിൽ നിന്നുള്ള ബന്ധത്തിൽ നിന്ന് അവനെ അകറ്റി. ആ അകലിച്ച ആകപ്പാടെ ഒരു പ്രശ്നത്തിലേക്ക് അവനെ നയിച്ചു. പ്രശ്നത്തിന്റെ അനന്തരം അവൻ ഒളിച്ച മനുഷ്യനെ ദൈവം വിളിച്ചു. അതവനോട് ചോദിച്ചു. ഉൽപ്പത്തി 3:7 മുതലുള്ള വാക്യം ഞാൻ ഈ പറയുന്നത്. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്നറിഞ്ഞു, അത്തിയില കൂട്ടിത്തുന്നി, തങ്ങൾ കരയാടെ ഉണ്ടാക്കി. വെയിലാറിയ സമയത്ത് യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു. നീ എവിടെ നിന്ന് ചോദിച്ചു. മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഒളിച്ചിരിക്കുക. അന്നേരം ദൈവം ചോദിച്ചു, നീ ഒളിച്ചിരിക്കുന്നതിൻ്റെ കാരണം? അന്നേരം പറഞ്ഞു, ഞാൻ നഗ്നന. അപ്പം ദൈവം ചോദിച്ചു, നീ നഗ്നനെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? അപ്പം മനുഷ്യൻ പറഞ്ഞു, ഞാൻ നഗ്നനാകാനുള്ള ഒരു സാധ്യത ഇത്രേ, അത് എൻ്റെ കൂടെ ഇരിക്കാനായിട്ട് നീ തന്ന സ്ത്രീ എനിക്കൊരു വൃഷഫലം തന്നു, ഞാനത് തിന്നു, അപ്പം മുതൽ ഞാൻ നഗ്നനായി. അപ്പൊ സ്ത്രീയോട് ദൈവം ചോദിച്ചു, നീ ചെയ്തത് എന്താ? അപ്പൊ സ്ത്രീ പറഞ്ഞു, പാമ്പെന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി. അപ്പം അടുത്തത് വായിക്കുന്നത്, യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചു. ശ്രദ്ധിക്കണേ, ഏദെൻ തോട്ടത്തിൽ ആദമിനോട് ചോദിച്ചത് എന്ന വാക്യത്തിൽ വായിക്കുന്നത്, ഹവ്വയോടും ചോദിച്ചത് എന്നാ വായിക്കുന്നത്. പക്ഷേ പാമ്പിനോട് കൽപ്പിച്ചു. ആദമിനോട് ചോദിച്ച ദൈവം ഹവ്വയോട് ചോദിച്ച ദൈവം എന്തേ പാമ്പിനോട് കൽപ്പിച്ചു? ആരോടാ ചോദിക്കുന്നത്? മനുഷ്യനോട് മാത്രമേ ചോദിക്കത്തുള്ളൂ. മനുഷ്യനോട് മാത്രമേ ചോദിക്കത്തുള്ളെങ്കിൽ ബിലയാമിൻ്റെ കഴുതയൊക്കെ അത്രയും വെപ്രാളപ്പെടേണ്ട കാര്യമില്ലായിരുന്നു. അതിനെക്കാട്ടിൽ എന്നെ ചിന്തിപ്പിച്ചത് യോനായെ വിഴുങ്ങിയ തിമിംഗല. ഈയിടെ ഞാൻ പത്രത്തിൽ വായിച്ചായിരുന്നു, ഈ തിമിംഗലെല്ലാം കൂടെ ഈ ഗൂഗിൾ മാപ്പൊക്കെ നോക്കിക്കൊണ്ട് ന്യൂസിലൻഡിൻ്റെ തീരം വഴി പോയ വഴിക്ക് വഴിയെല്ലാം കൂടെ തെറ്റി ഇതുങ്ങളെല്ലാം കൂടെ തീരത്തി എന്നപ്പോൾ ഓക്സിജൻ കിട്ടാതെ അതെല്ലാം ചത്തു. അപ്പം ഞാൻ തിമിംഗലത്തോട് ചോദിച്ചു, ഏത് തിമിംഗല? യോനായ വിഴുങ്ങിയ തിമിംഗലത്തോട് ചോദിച്ചു, തിമിംഗലെ നീ എന്തിനാ ഈ ഉദ്ദേശിയെ കൊണ്ട് നടുക്കടലിൽ തന്നെ ഛർദ്ദിക്കാതെ തീരത്ത് കൊണ്ട് ഛർദ്ദിച്ചത്? അന്നേരം അദ്ദേഹം പറയാ, തിമിംഗല എന്നോട് പറയാ, പാസ്റ്ററെ, ഈ ഉദ്ദേശിക്ക് നീന്തറിയാമോ അറിയത്തില്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇവരുടെ ബൈബിൾ കോളേജിൽ നീന്ത് പഠിപ്പിക്കുന്നുണ്ടോ എന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇദ്ദേഹത്തെ നടുക്കടലിൽ മുക്കിയേച്ച് ഛർദ്ദിച്ചിട്ടേച്ച് ഇദ്ദേഹം നീന്തറിയാതെങ്ങാനും മുങ്ങിച്ചത്തുപോയെങ്കിൽ ദൈവം എന്നെ നീറ്റിലും നിലയിലും ഇട്ടേക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കൊണ്ട് തീരത്തു തന്നെ ഛർദ്ദിച്ചു. അപ്പം മനുഷ്യനാണോ മൃഗമാണോ എന്നൊന്നും അല്ല വിഷയം. ഒരാളോട് ചോദിക്കണമെങ്കിൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കണം. ഇന്ന് രാത്രി ഞാൻ ഇവിടെ വരാൻ ഒരു 15 മിനിറ്റ് താമസിച്ചിരുന്നെങ്കിൽ ഈ ദേവസ്യാച്ചാനോട് ഞാൻ കണക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. ലോകത്തിൽ എത്രയോ ദൈവദാസന്മാരെ അദ്ദേഹത്തിന് അറിയാം. പക്ഷെ ഇന്നത്തെ കാര്യത്തിൽ അദ്ദേഹത്തോട് മാത്രമാണ് ഞാൻ കണക്ക് പറയേണ്ട കാര്യം. എന്നാ, അദ്ദേഹത്തോട് ഞാൻ ഒരു ഉത്തരവാദിത്തം ഏറ്റതാ. എന്ത് ചെയ്യത്തില്ല, ഇന്ന് രാത്രി ലേറ്റ് ആകത്തില്ല, സമയത്ത് വന്നേക്കാം, ഈ സ്ഥലത്തെ സൂക്ഷിക്കാം എന്നൊക്കെ ഞാൻ അദ്ദേഹത്തോട് ഒരു ഉത്തരവാദിത്തം ഏറ്റ. അപ്പൊ ഏദെൻ തോട്ടത്തിൽ മനുഷ്യനോട് ദൈവം ചോദിക്കാൻ കാര്യം, മനുഷ്യനെ ദൈവം ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. പാമ്പിനോട് ചോദിക്കാൻ എൻ്റെ കാര്യം, പാമ്പിനെ പ്രത്യേകിച്ച് ഒരു ഉത്തരവാദിത്വവും ഏൽപ്പിച്ചില്ല. അപ്പൊ എന്താ പ്രിയപ്പെട്ടവരെ പാപം? ഒറ്റ വാക്കി പറഞ്ഞാൽ ബൈബിള് പറയുന്ന പാപം ഇത്രയേ ഉള്ളൂ, ഇത് ഫെയിലിയർ ഓഫ് കമ്മിറ്റ്മെന്റ്സ്. ഉത്തരവാദിത്വത്തിലെ പരാജയമാണ് പാപം. ഷൊർണൂരുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമുള്ള സ്ഥലമായി സ്ഥലം. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം. ലോകത്തിലെ എല്ലാ ഡ്രൈവർമാർക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വണ്ടി അല്പസ്വല്പം ചരിക്കുകയും തിരിക്കുകയൊക്കെ ചെയ്യാം. സൈക്കിൾ ഓടിക്കുന്നവർക്ക്, ബൈക്ക് ഓടിക്കുന്നവർക്ക്, വള്ളം ഓടിക്കുന്നവർക്ക്, കാർ ഓടിക്കുന്നവർക്ക്, കപ്പൽ ഓടിക്കുന്നവർക്ക്, പ്ലെയിൻ ഓടിക്കുന്നവർക്ക് ഒക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചരിക്കുകയും തിരിക്കുകയും ചെയ്യാം. ട്രെയിൻ ഓടിക്കുന്ന ആളിന് ഇഷ്ടത്തിനനുസരിച്ച് ചരിക്കാനും തിരിക്കാനും പറ്റുമോ? ചരിച്ച വിവരം അറിയും. അത് തന്നെ ആർക്കും ചരിക്കാം, പക്ഷെ ഒരു ദൈവപൈതലിന് ചരിക്കാൻ പറ്റത്തില്ല. കാരണം ഒരു ട്രാക്ക് ഇട്ടിട്ടുണ്ട്. എങ്ങോട്ട് പോകാനുള്ള ട്രാക്കാ? നിത്യ വീടൊന്നുണ്ട്, അവിടെ എത്തി. എത്ര പേർക്ക് ഇന്ന് രാത്രി പ്രത്യാശയുണ്ട്? പ്രത്യാശയുള്ള ദൈവമക്കളൊക്കെ കര ഉയർത്തിക്കൊണ്ട് ഉറക്കെ പറ, നിത്യ വീടൊന്നുണ്ട്, അവിടെ എത്തി.
അവിടെ എത്തണമെങ്കിൽ എൻ്റെ പൊന്നു കൂടപ്പുറപ്പേ കുറെ ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്. എന്താ ഈ ബൈബിൾ പറയുന്ന ഉത്തരവാദിത്വം? 4 ഉത്തരവാദിത്തമാണ് ക്രിസ്ത്യാനിത്വം പറയുന്നത്. ഒന്ന്, യുവർ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റീസ് ടുവേർഡ്സ് ഗോഡ്. നിങ്ങളുടെ ഒന്നാമത്തെ ഉത്തരവാദിത്വം ദൈവത്തോട്. രണ്ടാമത്തെ ഉത്തരവാദിത്വം യുവർ സെക്കൻഡ് റെസ്പോൺസിബിലിറ്റീസ് ടുവേർഡ്സ് ചർച്ച്. സഭയോടാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. മൂന്നാമത്തെ ഉത്തരവാദിത്വം യുവർ തേർഡ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ലോ. നിയമങ്ങളോടാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. നിങ്ങളുടെ നാലാമത്തെ ഉത്തരവാദിത്വം ഫോർത്ത് റെസ്പോൺസിബിലിറ്റീസ് ടുവേർഡ്സ് ദ സൊസൈറ്റി. സമൂഹത്തോടാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. അപ്പം 4 ഉത്തരവാദിത്തം ക്രിസ്ത്യാനിത്വം പഠിപ്പിക്കുന്നേ. 1, ദൈവത്തോടുള്ള ഉത്തരവാദിത്വം. 2, ദൈവസഭയോടുള്ള ഉത്തരവാദിത്വം. 3, നിയമങ്ങളോടുള്ള ഉത്തരവാദിത്വം. 4, സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം. നിങ്ങൾ പാപിയാണെന്ന് ഞങ്ങൾ പറയുവാൻ കാരണം അത് തന്നെയാ. ഒരു ദൈവം ഉണ്ടെന്നേ, ഈ ഭൂമിയെ സൃഷ്ടിച്ച ദൈവം. ആ ദൈവം മനുഷ്യൻ സൃഷ്ടിച്ച കൈവേലയല്ല. ഉളവാകട്ടെന്നുള്ള വാക്കുകൊണ്ട് ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചുവെന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ആ ദൈവം ആരാന്ന് തിരിച്ചറിയാതെ മറ്റേതെങ്കിലും കൈവേലകളെ നിങ്ങൾ ആരാധിക്കുന്നുവെങ്കിൽ നിങ്ങൾ പാപിയാ. കാരണം ദൈവം ആരാണെന്നുള്ള അറിയാനുള്ള വലിയൊരു കഴിവ് നിങ്ങൾക്ക് ദൈവം തന്നിട്ട് അതിനെ തിരിച്ചറിയുന്നില്ലെങ്കിൽ നിങ്ങൾ പാപിയ. പണ്ട് കൊറിയക്കാരുടെ ഇടയിലെ പാപത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. ഈ വർഷാവസാനം ആകുമ്പോഴത്തേന് അവരൊരു വലിയ പട്ടം മേടിക്കും. പട്ടം മേടിച്ചേച്ച് ആ വർഷം ചെയ്ത എല്ലാ തെറ്റുകളും ആ പട്ടത്തിൽ എഴുതും. എന്നിട്ട് ഇതുപോലുള്ള മണൽ തീരത്ത് കടന്നു വന്നിട്ട് അവരാ പട്ടം മുകളിലേക്ക് ഉയർത്തും. കാറ്റിൻ്റെ ശക്തിയിൽ അത് ഉയർന്നു മുകളിലെത്തുമ്പോൾ കണ്ണിന് മറയുമ്പോൾ അവരാ ചരട് താഴെ നിന്ന് അത് കയ്യിൽ നിന്ന് വിടും. അപ്പോൾ അവരുടെ ചിന്ത ആ വർഷത്തെ പാപം മുഴുവൻ പറന്നു പോയെന്ന്. അങ്ങനെ പാപം പറന്നു പോകത്തില്ല. കാരണം 32-ാം സങ്കീർത്തനം പറയുകയാ, പാപം മനുഷ്യന്റെ അസ്ഥികളുടെ അകത്താണ് കയറി കിടക്കുന്നത്. അതുകൊണ്ടാണ് ലോകത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവാനെ കുറിച്ച് ദാവീദ് രാജാവ് എഴുതുന്നത്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവാകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഏറ്റവും വലിയ ഭാഗ്യപദവി പാപം മറച്ചു കിട്ടുന്നതാ, ലംഘനം ക്ഷമിക്കുന്നതാ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. 2-ാം വാക്യം പറയുകയാ, ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ എൻ്റെ അസ്ഥികൾ നിത്യമായ ഞരക്കത്താൽ ക്ഷയിച്ചുപോയി. അപ്പൊ പാപത്തെക്കുറിച്ച് ഒരിക്കലും മിണ്ടാതിരിക്കരുത്. പാപത്തെക്കുറിച്ച് മിണ്ടണം. ആരോട് മിണ്ടണം? ഉത്തരവാദിത്വം തന്ന ദൈവത്തോട് മിണ്ടണം. അതുകൊണ്ടാ ദാവീദ് 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, രാവും പകലും ഇതെന്റെ ശരീരത്തിൽ ഭാരമായിട്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ പാപത്തിന്റെ കുറ്റം ദൈവത്തോട് ഏറ്റുപറഞ്ഞു. അപ്പോൾ അവൻ എൻ്റെ പാപം ക്ഷമിച്ചു. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് ദൈവത്തെ അന്വേഷിപ്പീൻ. ഇന്ന് രാത്രി നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെടുന്നതാ. നിങ്ങളുടെ പാപം എത്ര കടും ചുമപ്പാണേലും അത് ക്ഷമിക്കപ്പെടുന്നതാ. അതിന് പകരമായി, അതിന് മറുപലയായി, അതിന് പകരമായി ഒരുവൻ കാൽവറി ക്രൂശിൽ തന്റെ രക്തം ചിന്തി നിങ്ങൾക്ക് വേണ്ടി മരിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു 1940 ഓഗസ്റ്റ് കിട്ടുന്ന ദിവസം. ഈ സമയത്ത് മൗണ്ട് ബാറ്റൻ ഓരോരുത്തരും സമ്മാനങ്ങൾ അദ്ദേഹത്തിന് നൽകി. ഈ കൂട്ടത്തിൽ ഒരു പടുവൃദ്ധനായ മനുഷ്യൻ ക്യൂവിൽ സമ്മാനപ്പൊതി നൽകുവാനായിട്ട് നിൽക്കുന്നു. വലിയ വലിയ സമ്മാനങ്ങളും വലിയ വലിയ പൊതിക്കെട്ടുകളും ആളുകൾ കൊടുക്കുന്ന കൂട്ടത്തിൽ ഈ മനുഷ്യൻ കയ്യിൽ അടുക്കി പിടിച്ച് ഒരു ചെറിയ സമ്മാനപ്പൊതി അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് വെച്ച് നീട്ടി. വലിയ സമ്മാനപ്പൊതികളുടെ കൂട്ടത്തിൽ ഈ ചെറിയ പൊതിക്കെട്ട് കണ്ട മറ്റിലുള്ള ആളുകളോട്, സാധാരണക്കാരോടൊക്കെ വളരെ വളരെ ഹൃദ്യമായി ഇടപെടുന്ന മനുഷ്യൻ അതെന്താണെന്ന് കൗതുകത്തോടു കൂടെ തുറന്നു നോക്കി. കൗതുകത്തോടു കൂടെ തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് വിലയേറിയ ഒരു രത്നക്കല്ല് അദ്ദേഹത്തിന് കാണുവാൻ കഴിഞ്ഞു. ഇത് കണ്ടപ്പോൾ ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ സഹായിയെ വിട്ട് ഈ പടുകിളവനായ വൃദ്ധനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്നോട് ഇത്രമാത്രം സ്നേഹമോ?
അതുകൊണ്ട് ഈ രത്നക്കല്ലിന് പകരമായി ഇംഗ്ലണ്ടിൽ നിന്ന് നിങ്ങൾക്ക് നൽകാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും വിലയേറിയതെന്തും നൽകുവാൻ ഞാൻ തയ്യാറാണ്. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം? അന്നേരം അദ്ദേഹം പറഞ്ഞു, ഇല്ല പ്രഭു, ഇല്ല, ഇതിനൊന്നും പകരമായിട്ട് നിങ്ങൾ എന്ത് നൽകിയാലും ആകത്തില്ല. അദ്ദേഹം പറഞ്ഞു, ഇംഗ്ലണ്ടിൽ അനേക മൂല്യമുള്ള 10 മടങ്ങ്, ഇതിനേക്കാൾ 10 മടങ്ങ് മൂല്യമുള്ള രത്നക്കല്ലുകളുണ്ട്, അതിൽ എത്ര എണ്ണം വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് നൽകാം. അദ്ദേഹം പറഞ്ഞു, ഇല്ല, ലോകത്തിലെ എല്ലാ രത്നക്കല്ലുകളും കൂടെ ഒന്നിച്ച് തന്നാലും ഇതിന് പകരാകത്തില്ല. അന്നേരം അദ്ദേഹം ചോദിച്ചു, അതെന്നാ കാരണം? കാരണം ഈ വൃദ്ധൻ വിവരിക്കുക, പ്രഭു, എൻ്റെ മകൻ, ഏക മകൻ, അവന് ആഴക്കടലിൽ മുത്തുച്ചിപ്പിയും മുങ്ങിയെടുക്കുന്ന ഒരു മൂക്കവനായിരുന്നു. ഒരു ദിവസം സുഹൃത്തുക്കളുടെ കൂടെ അവൻ്റെ ജോലിക്ക് അവൻ പോയി മുങ്ങിയതിന് ശേഷം ആഴക്കടലിൽ നിന്ന് അവൻ പൊങ്ങി വന്നില്ല. അവൻ്റെ സുഹൃത്തുക്കൾ മുങ്ങിച്ചെന്നപ്പോൾ അടിത്തട്ടിൽ ഒരു പാറയിൽ അവൻ്റെ കാലുടക്കി കിടക്കുകയാണ്. അവരവനെ എടുത്തു മുകളിൽ കൊണ്ടുവന്നപ്പോൾ അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. പക്ഷേ അവൻ്റെ കരത്തിൻ്റെ അകത്ത് എന്തോ ഒന്ന് മുറുക്കി പിടിച്ചിരിക്കുന്നത് അവർക്ക് മനസ്സിലായി. അവരാ കരം തുറന്നു നോക്കിയപ്പോൾ അതിനകത്തിരുന്ന വജ്രക്കല്ലാണ് എൻ്റെ കയ്യിൽ അവരേൽപ്പിച്ചതാണ് നിങ്ങൾക്ക് ഞാൻ പകരമായിട്ട് തന്നത്. ഇത് എൻ്റെ മകൻ്റെ ജീവന്റെ വിലയാണ്. ഇതിന് തുല്യം നിൽക്കുവാൻ ലോകത്തിൽ ഒന്നിനും ഇത് തന്നെയാ ക്രിസ്ത്യാനിത്വം ലോകത്തിന് നൽകുന്ന സംഭാവന. നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിനായി ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ. അതുകൊണ്ടാ ബൈബിളിലെ താക്കോൽ വാക്യം എന്നറിയപ്പെടുന്ന യോഹന്നാൻ 3:16 പറയുന്നത്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രസംഗങ്ങളുടെ പ്രഭു എന്നറിയപ്പെടുന്ന സ്പർജൻ ഒരിക്കൽ ഇംഗ്ലണ്ടിൽ 7 ദിവസത്തെ പ്രസംഗത്തിന് വന്നു. 1-ാമത്തെ ദിവസം അദ്ദേഹം ദൈവസ്നേഹത്തെക്കുറിച്ച് യോഹന്നാൻ 3 നിന്ന് പ്രസംഗിച്ചു. സമയം തീർന്നിട്ടും പ്രസംഗം തീർന്നില്ല. 2-ാമത്തെ ദിവസം ആവർത്തിച്ചു, 3-ാം ദിവസം ആവർത്തിച്ചു. 7-ാമത്തെ ദിവസമായപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ അവസാന സെക്ഷനിൽ ഞാൻ ഈ പ്രസംഗം പൂർത്തീകരിക്കാൻ താല്പര്യപ്പെടുകയാണ്. വേഗം നമുക്ക് ചിന്തിക്കാം. വേഗം ചിന്തിച്ചിട്ടും പ്രസംഗം എങ്ങും എത്തിയില്ല. അദ്ദേഹം പറഞ്ഞു, ഈ പ്രാവശ്യം ഇംഗ്ലണ്ടിൽ വന്നതും 14 മീറ്റിങ്ങിൽ പ്രസംഗിച്ചതും ദൈവസ്നേഹം പറഞ്ഞ് പൂർത്തീകരിക്കാനാണ്. പക്ഷേ കഴിഞ്ഞില്ല. വാക്കി അടുത്ത പ്രാവശ്യം പറയാം. ഇല്ല, പ്രസംഗികളുടെ പ്രഭുവായ സ്പർജൻ പറഞ്ഞിട്ട് ഈ ദൈവസ്നേഹം പറഞ്ഞു തീർന്നില്ലെങ്കിൽ ഞാനെന്നല്ല ആര് പറഞ്ഞാലും തീരത്തില്ലേ ഇല്ല. ഇവനെ പോലെ ആരാധ്യൻ ആരുമില്ല, ഇവനെ ഒപ്പം നിൽക്കാൻ ഒരാളുമില്ല. പാപഭാരം, മനുഷ്യകുലം ചുമക്കുന്ന 2-ാമത്തെ ഭാരമാണ് രോഗത്തിന്റെ ഭാരം. ലൂക്കോസ് 13:16 യേശു പറയുകയാണ്, സാത്താൻ 18 കൊല്ലമായി ബന്ധിച്ചിരുന്ന ഈ അബ്രഹാമിന്റെ മകളെ ഇന്ന് ഇവളുടെ ബന്ധനം അഴിച്ചു വിടേണ്ടതല്ലേ. എല്ലാ രോഗവും ബന്ധനമാണെന്ന് ഞാൻ പറയത്തില്ല. രോഗമാണെങ്കിൽ വൈദ്യന്മാർക്ക് മനസ്സിലാകും, രോഗമാണെങ്കിൽ മരുന്ന് കഴിച്ചാൽ മാറും, രോഗമാണെങ്കിൽ സ്കാനിങ് വെളിപ്പെടും. ഇതെല്ലാം ചെയ്തിട്ടും ഒരുമാതിരി പന്തുരുട്ടുന്നത് പോലെ നിങ്ങളെ ഉരുട്ടിക്കൊണ്ടിരിക്കുന്ന ആ രോഗബന്ധനത്തിന്റെ കെട്ടിനെ ഇന്ന് രാത്രി യേശു അഴിച്ചു മാറ്റുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ TG കോശി സാറിന്റെ മകളും മരുമകനും ഇരിക്കുന്ന അടൂരി ഒരു ചർച്ചുണ്ട്. ഏകദേശം 2004 എൻ്റെ ഓർമ്മ. ഒരു യോഗത്തിൽ ഞാൻ അവിടെ പ്രസംഗിക്കാൻ ചെന്നു. ഒരു പകൽ യോഗം, ഒരു വീട്ടിൽ നടക്കുന്ന യോഗം. പ്രസംഗം കഴിഞ്ഞപ്പോൾ കുറെ ആളുകൾ പ്രാർത്ഥിക്കാൻ വന്നു. ഈ കൂട്ടത്തിൽ ഒരു 18 വയസ്സുള്ള മകൾ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുക. അവൾക്ക് തലവേദന. ഈ പരീക്ഷയുടെ സമയങ്ങളിൽ തലവേദന കന്ന് ബോധം കെട്ട് വീഴും. ഞാൻ മുന്നോട്ട് വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അതേപോലെ തന്നെ സംഭവിച്ചു, ബോധം കെട്ട് വീണു. അപ്പം ആ ദൈവദാസൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ഉറക്കെ ചോദിക്കുക, അയ്യോ, ഇന്നലെ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് ഇത് പോയില്ലല്ലോ, ഇപ്പോഴും ഇത് പോയില്ലല്ലോ. എന്നിട്ട് എൻ്റെ അടുക്ക വന്ന് പറഞ്ഞു, ഒരു വല്ലാത്ത അന്ധകാര ശക്തിയാ ഈ രോഗം. ഇതൊരു രോഗമല്ല, ഇതൊരു ബന്ധനമാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം മുഴുവൻ പ്രാർത്ഥിച്ചു, ഇത് പോകുന്നില്ല. ഒടുവിൽ ഞങ്ങളും പ്രാർത്ഥിച്ചു. 1:30 മുതൽ വൈകിട്ട് 6 മണി വരെ പ്രാർത്ഥിച്ചു. രോഗത്തിനൊരു ശമനവും ഇല്ല. പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ ഈ കുഞ്ഞ് ഉറങ്ങിപ്പോവുകയാണ്, കിടക്കുന്ന കിടപ്പിൽ. ഒടുവിൽ ഒരു പ്രത്യേക ദൈവശക്തിയിൽ ഒരു വെളിപ്പാട് ഞാൻ കണ്ടു.
എന്തോ ഒരു ചുവന്ന ചരട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഏതോ പാരമ്പര്യ ശാപവാ ഇന്ന് രോഗമായിട്ട് നിൽക്കുന്നത്. അപ്പം ഈ ചുവന്ന ചരടിൻ്റെ കാരണം ഞങ്ങൾ പ്രാർത്ഥിച്ചന്വേഷിച്ചു. അപ്പം അവളുടെ അപ്പൻ്റെ വല്യപ്പൻ, അദ്ദേഹം ആ നാട്ടിലെ പ്രൗഢിയുള്ള ഒരു മനുഷ്യനായിരുന്നു. 25 ഏക്കർ തോട്ടമുള്ള ആളുകൾ. അദ്ദേഹം അവിടെ ജോലിക്ക് നിന്ന ഒരു സ്ത്രീയെ അധാർമികമായ പ്രവൃത്തി ചെയ്ത് അവരുടെ കിണറ്റിൽ ചവിട്ടി താഴ്ത്തി മണ്ണിട്ട് മൂടിക്കളഞ്ഞു. അന്ന് മുതൽ ഈ കുടുംബത്തിലെ പെൺകുഞ്ഞുങ്ങൾക്കെല്ലാം ഇതുപോലുള്ള അസ്വസ്ഥതയും രോഗവുമാണ്. ഒടുവിൽ ദൈവത്തിന് സ്തോത്രം, ഞങ്ങൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. 25 ഏക്കറുള്ള ആളുകൾ 5 സെന്റിനകത്ത് അടൂര് ടൗണിൽ ജീവിച്ചുകൊണ്ടിരിക്കുക. പെൺകുഞ്ഞുങ്ങളെല്ലാം ഈ പ്രത്യേക രോഗബന്ധനത്തിൻ്റെ ശാപത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അക്ഷരികമായി ഒരു ദൈവത്തിൻ്റെ തീ ആ ആരാധനയുടെ നടുവിൽ ഇറങ്ങുന്നത് എനിക്ക് മനസ്സിലായി. അന്ന് ആ കുഞ്ഞ് സ്വതന്ത്രയായി. ഇന്ന് അവൾ ന്യൂസിലൻഡിൽ കുടുംബമായി കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ചെന്നപ്പോൾ ദൈവദാസനോട് ചോദിച്ചു, ഇന്ന് ആ രോഗം ഉണ്ടോ? അദ്ദേഹം പറഞ്ഞു, അന്നത് പോയതാ, പിന്നെ ഇന്നു വരെ വന്നിട്ടില്ല. ഇന്ന് രാത്രി ഏത് ശാപകരമായ ബന്ധനമാണേലും ആ ഭാരത്തെ അഴിച്ചു മാറ്റാൻ എൻ്റെ യേശു ഇവിടെ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ആ കരം തട്ടി ദൈവത്തിന് സ്തോത്രം ചെയ്ത് തുടങ്ങിക്കും. പാപഭാരം, രോഗഭാരം, അതുപോലെ തന്നെ മതനിയമങ്ങളുടെ ഭാരം. മത്തായി 23:4, അപ്പോസ്തല പ്രവൃത്തി 15:10, ഇവിടെയൊക്കെ മതനിയമങ്ങളെ കാണുവാൻ കഴിയും. ആവിചാരം, മന്ത്രവാദം, കൂടോത്രം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ വീടിനെ ബന്ധിക്കുന്ന ആ ശാപകരമായ ഭാരം, അത് യേശുവിൻ്റെ കാലത്ത് ആളുകളെ ബന്ധിച്ചിരുന്ന ശാസ്ത്രിമാരുടെ നിയമങ്ങളായിരുന്നു. അപ്പോസ്തലന്മാരുടെ കാലത്ത് മതനിയമങ്ങൾ നിയമത്തിന്റെ കുരുക്കുകളായി പരിച്ഛേദന സംബന്ധിക്കുന്ന വിഷയത്തിൽ യഹൂദന്മാരല്ലാത്ത ആളുകൾ ക്രിസ്ത്യാനികളായവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങൾ ചെയ്യിക്കണമെന്ന് പറഞ്ഞു ബന്ധപ്പെട്ടു നിൽക്കുമ്പോൾ അപ്പോസ്തലന്മാർ എഴുന്നേറ്റ് പറയുകയാണ്, ഈ മതനിയമങ്ങളുടെ ഭാരത്തെ നമുക്കിന്ന് രാത്രി പൊട്ടിച്ചു മാറ്റണം. അഭിഷേകം പ്രാപിച്ച യേശു മതം വെക്കുന്ന ഭാരത്തെ തിരിച്ചറിഞ്ഞു. അഭിഷക്തന്മാരായ അപ്പോസ്തലന്മാർ ആത്മനിറവിൽ മതം വെക്കുന്ന ഭാരത്തെ തിരിച്ചറിഞ്ഞു. ഭാരതപ്പുഴ കൺവെൻഷന്റെ 2ാമത്തെ രാത്രിയിൽ മതം വെച്ച് കെട്ടുന്ന അന്ധകാരത്തിന്റെ ഭാരങ്ങളെ തിരിച്ചറിയുന്ന അഭിഷക്തന്മാർ ഈ രാത്രി ആത്മാവിൽ പ്രതികരിക്കുക. പാപഭാരം, രോഗഭാരം, മതനിയമങ്ങളുടെ ഭാരം, ആത്മീക ക്ഷീണാവസ്ഥയുടെ ഭാരം, ഇതൊക്കെ ചുമക്കുന്ന മനുഷ്യനെ യേശു വിളിക്കുക. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ നുകവേറ്റും കൊണ്ട് എൻ്റെ അടുക്ക് വരണം. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. 11:30, എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു. എൻ്റെ കയ്യിൽ ഒരു വേറെ ബൈബിൾ ഇരിപ്പുണ്ട്. പഴയ യാക്കോബക്കാരുടെ എല്ലാം വീട്ടിലുള്ള ഒരു ബൈബിളാണ്. കണിയാമ്പറമ്പിലെ കോർസ് പിക്കോപ്പായുടെ ബൈബിൾ. ആ ബൈബിളിനകത്ത് ഈ മത്തായി 11:30 വളരെ രസകരമായിട്ട് എഴുതിയിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ്, പക്ഷേ ഒരു ഇച്ചിരി കൂടെ വ്യത്യസ്തമായ ഒരു ട്രാൻസ്ലേഷൻ. ഇങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്, എൻ്റെ നുകം സുഖകരവും എൻ്റെ ചുമട് ഭാരം കുറഞ്ഞതുമാകും. എൻ്റെ നുകം സുഖകരവും എൻ്റെ ചുമട് ഭാരം കുറഞ്ഞതുമാകും. ഈ കാലത്തെ മനുഷ്യരെല്ലാം ഇഷ്ടപ്പെടുന്നത് ഭാരം കുറഞ്ഞതാണ്. ലൈറ്റ് വെയിറ്റ് ചപ്പല്, ലൈറ്റ് വെയിറ്റ് ലാപ്ടോപ്പ്, ലൈറ്റ് വെയിറ്റ് ഐപാഡ്, ലൈറ്റ് വെയിറ്റ് ഡ്രസ്സ്, ലൈറ്റ് വെയിറ്റ് ഫുഡ്. വൈകിട്ട് എന്താ കഴിച്ചെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് എന്താ? ലൈറ്റായിട്ട് 5 പൊറോട്ടയും ചിക്കൻ കറി, എല്ലാം എന്താ ലൈറ്റ്. യേശുവും പറയാം, എൻ്റെ നുകം എന്താ? ഭാരമില്ലാത്ത. എന്താ ഈ ഭാരമില്ലാത്ത നുകം? 1 യോഹന്നാൻ 5:3, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. എന്തൊക്കെയാ അവൻ്റെ കൽപ്പനകളാ ഭാരമില്ലാത്ത നുകം? ഏതൊക്കെയാ അവൻ്റെ കൽപ്പനകൾ? 1 യോഹന്നാൻ 5:1 മുതൽ പറയാ, യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചവനാകുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെ സ്നേഹിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ച് അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവമക്കളെയും സ്നേഹിക്കുന്നുവെന്ന് ഇതിനാൽ അറിയാം. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. അപ്പം 2 കൽപ്പനകളാണ് ദൈവം മനുഷ്യന് തന്നിരിക്കുന്ന ഭാരമില്ലാത്ത നുകം. എന്തൊക്കെയാ അത്? 1, ദൈവത്തെ സ്നേഹിക്കുക. 2,
ദൈവം മക്കളെ സ്നേഹിക്കുക. അത് തന്നെയാ ആ ചെറുപ്പക്കാരനായ മനുഷ്യൻ യേശുവിൻ്റെ അടുക്ക് വന്ന് ചോദിച്ചില്ലേ? എന്താ ചോദിച്ചേ? എല്ലാത്തിലും മുഖ്യ കൽപ്പന. അപ്പൊ യേശു എന്നെ പറഞ്ഞ്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും പിന്നെ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുന്നു, ഇവയിൽ വലുതായ ഒരു കൽപ്പനയെ ഇല്ല. അപ്പൊ 2 കൽപ്പനയാ. 1 ദൈവത്തെ സ്നേഹിക്കുക, 2 ദൈവ മക്കളെ സ്നേഹിക്കുക. ഈ മതങ്ങളെല്ലാം മനുഷ്യനെ കൊണ്ട് ആരാധിപ്പിക്കുന്നത്. അതുകൊണ്ടാ കാറൽ മാർക്സ് പണ്ട് പറഞ്ഞേ, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പ് മയക്കുമരുന്ന് ഉപയോഗിച്ച് രക്ഷപ്പെട്ടിട്ടുള്ള ഏത് മനുഷ്യനോടും ചോദിച്ചു. എൻ്റെ ഒരു സ്നേഹിതൻ്റെ മകന്, അദ്ദേഹം ഒരിക്കൽ ഇതിനടിമയായി. ഞാൻ ആ മകനെ എൻ്റെ വീട്ടിൽ കൊണ്ട് പാർപ്പിച്ചു. 2 മാസം അവൻ രക്ഷപ്പെട്ടു. അമേരിക്ക പഠിക്കാൻ പോയതാ, അവിടെ വെച്ച് അടിമപ്പെട്ടതാ. അതിനുശേഷം ഞാൻ അവനോട് ചോദിച്ചേടാ, നീ എങ്ങനെയാണ് അതിന് അടിമപ്പെട്ടത്? അപ്പോൾ അവൻ എന്നോട് പറഞ്ഞ, ചേച്ചാ എനിക്കതിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ അടിമയായതല്ല, ഞാൻ എൻ്റെ കൂട്ടുകാരെന്നെ നിർബന്ധിച്ചപ്പോൾ ചുമ്മാതൊന്ന് ട്രൈ ചെയ്തതാ. അത് അന്നേരം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അന്നേരേ ഞാനത് ഉപേക്ഷിച്ചതാ. പക്ഷെ അവർ പിന്നെയും എന്നെ നിർബന്ധിച്ചു. എന്നാ നിർബന്ധിച്ചത്? ഇന്നലെ നീ ഉപയോഗിച്ചത് ഇന്ന് നീ ഉപയോഗിച്ചില്ലെങ്കിൽ നീ തളർന്നു പോകുമെന്നൊക്കെ അവർ പേടിപ്പിച്ചപ്പം ഞാനങ്ങ് പേടിച്ചു പോയി. അങ്ങനെ ഉപയോഗിച്ച് ഞാനിതിൻ്റെ അടിമയ. അപ്പം മതങ്ങളെല്ലാം മനുഷ്യനെ പേടിപ്പിക്കുക. സുഹൃത്തെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എൻ്റെ കൂട്ട് ക്ലീൻ ഷേവിങ് ചെയ്ത് വെള്ള ഷർട്ട് വിട്ട്, അല്ലെ ഇവിടെ ഇരിക്കുന്ന ഉദ്ദേശിമാരുടെ കൂട്ട് ക്ലീൻ ഷേവിങ് ചെയ്ത് വെള്ള ഷർട്ട് വിട്ട് ചിരിച്ചോണ്ട് നിൽക്കുന്ന ഏതേലും ഒരു ആരാധനാമൂർത്തി ഒറ്റപ്പാലത്തോ ഷൊർണൂരോ ഭാരതപ്പുഴയിലോ വല്ലതും ഉണ്ടോ? ഉള്ളവരെല്ലാം പേടിപ്പിക്കുന്നവരും തീവ്രവാദികളും. ഒന്നെങ്കിൽ കഴുത്തെ പാമ്പ് കാണും, അല്ലെ കൈ കുന്തം കാണും, അല്ലെ നാക്ക് മുഴുവൻ വെളിയിലായിരിക്കും, അല്ലെ കണ്ണിന് തീയായിരിക്കും. ഒന്നും അല്ലെങ്കിൽ ഒരു വെട്ടുകത്തിയേലും കൈ പിടിക്കാത്ത ഒരാൾ പോലും ഈ നാട്ടിലില്ല. ഈ രൂപത്തെ കാണുമ്പോൾ മനുഷ്യനെല്ലാം കൈകൂപ്പുന്നതിൻ്റെ കാര്യം, എൻ്റെ പൊന്നച്ച എന്നെ ഉപദ്രവിക്കരുതേ എന്നുള്ള ഭയം കൊണ്ടാണ്. ഞാൻ ഈ ജനുവരി മാസം 1-ാം തീയതി മൈസൂരിലൊരു യോഗത്തിൽ പ്രസംഗിച്ചേച്ച് മാനന്തവാടി വഴി വരിക. അന്നേരം ഒരു വനപ്രദേശത്തൊരു ചെറിയ കുരിയാല. എന്നെയും കൊണ്ട് വന്ന ടാക്സിക്കാരനെ അവിടെ നിർത്തുക. ഞാൻ പറഞ്ഞു, സഹോദര പെട്ടെന്ന് പോ, എനിക്ക് മാനന്തവാടിയിൽ നിന്ന് ഇന്ന ബസ്സിന് പോയാലേ കൊല്ലകടവിൽ ചെന്ന് പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം, ഇവിടെ കൊടുക്കേണ്ടത് കൊടുത്തേച്ച് പോയില്ലെങ്കിൽ എനിക്ക് പണി കിട്ടുമെന്ന്. ഞാൻ പറഞ്ഞില്ല, ഒരു പണിയും കിട്ടത്തില്ല, ഞാനുണ്ടല്ലോ, ഞാൻ അത് മുഴുവൻ മേടിച്ചോളാം എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, നിങ്ങളങ്ങ് അന്ത്യവാക്കുകൾ നമ്മളെ പഠിപ്പിക്കുക. 1-2 പേരെ ഞാൻ പരിചയപ്പെടുത്താം. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ നേതാവായിരുന്ന വോൾട്ടയർ. എന്താ വോൾട്ടയറിന്റെ അന്ത്യവാക്ക്? നിത്യനാശത്തിന് വേണ്ടി വിധിക്കപ്പെട്ടവന്റെ വേദന ഞാൻ അറിയുന്നു. എന്റെ നിത്യനാശത്തിന്റെയും സ്വർഗത്തിലെ നിത്യതയുടെയും തമ്മിലുള്ള അകലമെത്ര അഗാധമാണ്. മരണത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുവാൻ എനിക്ക് മയക്കുമരുന്ന് തരൂ. ഇംഗ്ലണ്ടിലെ രാഷ്ട്രരക്തമായിരുന്ന തോമസ് ഓക്കോട്ട് അദ്ദേഹം പറയുക, നിത്യത ഒരു മിഥ്യയാണെന്നാണ് ഞാൻ കരുതിയത്, എന്നാൽ ഞാനും അനുഭവിക്കുന്നു ദൈവം കൈവിട്ടവന്റെ വേദന. മലയാള സാഹിത്യത്തെ കൈപിടിച്ചുയർത്തി അതിൻ്റെ അത്യുച്ചകോടിൽ എത്തിക്കുന്നതിൽ പരമാർത്ഥ പങ്കുവഹിച്ച ചങ്ങമ്പുഴ കൃഷ്ണപിള്ള സാറ് മരണത്തിൻ്റെ സമസ്യകൾ എന്ന പുസ്തകത്തിനകത്തരകം പാടുക, മരണപ്പുഴയിലെ വേലിയേറ്റം കടന്നു വരും, അറ്റുപോകും ഇതിലെ നിഖില ബന്ധങ്ങളും ശേഷിക്കും ശൂന്യത മാത്രം. ചങ്ങമ്പുഴ പറയാ, മരണത്തിനപ്പുറത്ത് ശേഷിക്കുന്നത് ശൂന്യത. ലോകത്തിലെ മഹാന്മാരൊക്കെ മരണത്തിന് മുമ്പിൽ പരിഭവിക്കുക. ഷേക്സ്പിയറിന്റെ വാക്കനുസരിച്ച് ഇവരൊക്കെ ഭീരുക്കളാന്ന അവരുടെ അന്ത്യവാക്കുകൾ നമ്മളോട് പറഞ്ഞു തരുന്നത്. മഹാസമുദ്രത്തെ നോക്കി നീ ഒരു കരയാണെങ്കിൽ നിന്നെ ഞാൻ വെട്ടിപ്പിടിച്ചേനെന്ന് പറഞ്ഞ് അലക്സാണ്ടർ ചക്രവർത്തി പോലും ഒടുവിൽ ശവപ്പെട്ടിക്കകത്ത് 2 കരങ്ങളും മലർത്തി വെളിയിലെട്ടിക്കിട്ട് ലോകത്തോട് പറഞ്ഞു, ഒന്നുമില്ലാത്തവനായിട്ട് ഞാൻ വന്നു, ഒന്നുമില്ലാത്തവനായിട്ട് തന്നെ ഞാൻ ഇവിടെ വന്നു. നോക്കണേ സുഹൃത്തുക്കളെ, ലോകത്തിലെ മഹാന്മാരൊക്കെ മരണത്തിന്റെ മുമ്പിൽ പരിഭവിക്കുമ്പോൾ മരണം കണ്ട് പുഞ്ചിരിച്ച ചിലരെ വിശുദ്ധ ബൈബിൾ പരിചയപ്പെടുത്തുകയാണ്. വിഷനാകൃതിയുടെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കുന്ന മെസപ്പൊട്ടോമിയുടെ കിഴക്ക് വടക്ക് കൽദയുടെ പട്ടണമായ ഊരിൽ നിന്ന് ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിത്തിരിച്ച അബ്രഹാം മുതൽ ഗലീലയിലെ ബത്സൈദ ഗ്രാമത്തിൽ ജനിച്ച് നഫ്താലി ഗോത്രത്തിൽ യോനയുടെ മകനായി ജീവിച്ച് തിബിരിയാസ് കടൽക്കരയിലെ മീൻപിടുത്തക്കാരനും അന്ത്രയോസിന്റെ സഹോദരനുമൊക്കെയായി ജീവിച്ച ഒരു മനുഷ്യൻ സ്നാപക യോഹന്നാന്റെ കാലത്ത് ദൈവത്താൽ സ്വാധീനിക്കപ്പെടുകയാണ്.
യേശു ദൈവപുത്രൻ എന്ന വെളിപ്പാട് ആദ്യം പ്രാപിച്ച ആ മനുഷ്യൻ തനിക്കും കൂട്ടാളികൾക്കും കരം കൊടുക്കുവാൻ കഴിവില്ലാതെ അവർ നിസ്സഹരായി നോക്കി നിൽക്കുമ്പോൾ ആഴങ്ങളുടെ ഓളങ്ങളിലൂടെ ഊളിയിട്ട് പോകുന്ന മത്സ്യത്തിന്റെ വയറ്റിലെ ചതുർദ്രഹ്മപ്പണം നാഥൻ കരങ്ങളിലെടുത്ത് കണ്ട മനുഷ്യൻ പ്രഥമ പ്രസംഗത്തിന് എഴുന്നേറ്റപ്പം 3000 പേരെ സ്നാനക്കുളത്തിലേക്ക് നടത്തുവാൻ ആത്മാവിനാൽ നിയോഗിക്കപ്പെട്ട മനുഷ്യൻ അനന്യാസും സഫീറയും നിലം വിറ്റപ്പോൾ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാട്ടിയ വിവരം ആത്മാവിൽ അറിഞ്ഞ അഭിഷക്തൻ അദ്ദേഹം തന്റെ ലേഖനം അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ എഴുതുകയാ: ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ചുണർത്തുക യുക്തമെന്ന് വിചാരിക്കുന്നു. നിങ്ങളതിന്റെ നിര്യാണത്തിന് ശേഷം എപ്പോഴും ഓർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ഉത്സാഹിക്കും. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ലോ, അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. ലോകത്തിലെ മഹാന്മാരൊക്കെ മരണത്തിന്റെ മുമ്പിൽ പരിഭവിക്കുമ്പോൾ ഞങ്ങൾ ഈ പുസ്തകം പിടിച്ചുകൊണ്ട് ഉറക്കെ പറയുക: ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഊഹാഭോഗമല്ല, ഞങ്ങൾ പ്രസംഗിക്കുന്നത് കെട്ടുകഥയല്ല, ഞങ്ങൾ പ്രസംഗിക്കുന്നത് മുത്തശ്ശിക്കഥയല്ല. ഞങ്ങൾക്ക് ധൈര്യത്തോടെ പറയുവാനുള്ളത് 6 അടി മണ്ണിൽ അസ്തമിക്കാത്ത നിത്യതയുടെ പ്രത്യാശയാ. AD 163 മർക്കോസ് ഒലിറോസ് എന്ന ചക്രവർത്തി റോമിൽ ഭരിക്കുന്ന കാലഘട്ടത്തിൽ 83 വയസ്സുള്ള വന്ധ്യവയോധികനായ പിതാവിനെ ക്രൂശീകരണത്തിനായി കൊണ്ടുപോകും. ആ ദൈവമനുഷ്യന്റെ പേര് പോളികാർപ്പ്. അദ്ദേഹത്തോട് പടയാളികളും ചക്രവർത്തിയും ഒരുപോലെ ആവശ്യപ്പെട്ടു: ഈ യേശുവിനെ ഉപേക്ഷിക്ക്, നിങ്ങളെ വെറുതെ വിടാം. അദ്ദേഹം പറഞ്ഞു: കഴിഞ്ഞ 83 വർഷത്തെ ജീവിതത്തിൽ 62 കൊല്ലമായി യേശു എൻ്റെ സ്നേഹിതനാ, യേശു എൻ്റെ രക്ഷകനാ, യേശു എൻ്റെ പിതാവാ. ഇല്ല, സാധ്യമല്ല, ഉപേക്ഷിക്കാൻ സാധ്യമല്ല. അവൻ എനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ല. അവിടെ തുടങ്ങുക ക്രൈസ്തവ രക്തസാക്ഷികളുടെ ചരിത്രം. 6 കോടിയിലധികം രക്തസാക്ഷികൾ മർക്കോസ് ഒലിറോസിന്റെ കാലഘട്ടത്തിൽ പോളികാർപ്പ് തുടങ്ങി, സിസറയും 7 മക്കളും തുടങ്ങി, മർക്കോസ് തുടങ്ങിയ ക്രൈസ്തവ രക്തസാക്ഷികൾ മുതൽ 2009 ഓറീസയുടെ മണ്ണിൽ പിടഞ്ഞു വീണ ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന ഓറീസക്കാരൻ, ഓസ്ട്രേലിയക്കാരൻ മിഷണറിയും അദ്ദേഹത്തിന്റെ 2 പിഞ്ചോമനുകൾ ഉൾപ്പെടെ എന്റെ സ്നേഹിതന്റെ അപ്പൻ കൊലശേഖരത്ത് മരിച്ച ധർമ്മരാജവാസ് ഉൾപ്പെടെയുള്ള ആളുകൾ, 6 കോടിയിലധികം രക്തസാക്ഷികൾ, അവർ മരണത്തോട് ചോദിക്കുക: ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? എന്തുകൊണ്ടാ ഗ്രഹാം സ്റ്റെയിൻസിന്റെ വിധവ ലോകത്തോട് പറഞ്ഞത് ഞങ്ങൾക്കാരോടും പകയില്ലെന്ന്, ഞങ്ങളെല്ലാരോടും ക്ഷമിച്ചിരിക്കുന്നത് കൊണ്ട് മരണം കൊണ്ട് ഞങ്ങളെ അകറ്റാൻ പറ്റത്തില്ലെന്ന്? അതാതിൻ്റെ കാരണം. ഞങ്ങൾ പ്രസംഗിക്കുന്ന പുസ്തകത്തിൽ ഞങ്ങളുടെ നാഥൻ ലോകത്തോട് പറഞ്ഞു: ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മരണ മനുഷ്യനെല്ലാം പേടിപ്പിക്കുന്നേ. അങ്ങനെ ആ മരണത്തിനപ്പുറമുള്ള സിദ്ധാന്തങ്ങൾ മതങ്ങൾ ഉണ്ടാക്കിയത്. 2 സിദ്ധാന്തമാണല്ലോ പ്രധാനപ്പെട്ട മതങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അതിലൊന്നിൻ്റെ പേര് പുനർജന്മം, മറ്റതിൻ്റെ പേര് പുനരുത്ഥാനം. ഈ ആദിമ മനുഷ്യൻ അവൻ്റെ ആവാസവസ്ഥ രൂപപ്പെടുത്താൻ മണ്ണിനോടും മലയോടും മല്ലടിക്കുക. ഒരു കുളിർ കാറ്റ്, കാറ്റിൻ്റെ കുളിർമയിൽ അവൻ സുഖിച്ചു നിൽക്കുമ്പോൾ കാറ്റിന് ശക്തി കൂടി. അത് രൗദ്ര രൂപിയെപ്പോലെ താണ്ഡവമാടാൻ തുടങ്ങി. ഇളകിയാടുന്ന മരങ്ങൾ, കടപുഴുകി വീഴുന്ന വൃക്ഷങ്ങൾ, കൂടപ്പുറപ്പിനെയും വിളിച്ചുകൊണ്ടവൻ പ്രാണരക്ഷാർത്ഥം ഓടുകയാ. പക്ഷേ അത് നിർഭാഗ്യവശാൽ സംഭവിച്ചു. ഒരുത്തനെ മരം വിഴുങ്ങി അവന്റെ മുകളിലേക്ക് വീണു. മറ്റേയാള് രക്ഷപ്പെട്ടു. രക്ഷയട്ടയാള് രക്ഷിക്കാൻ ശ്രമിക്കുന്നു, വിളിക്കുന്നു, കരയുന്നു, അലറുന്നു, കൈപിടിച്ച് വലിക്കുന്നു. ആദ്യമൊക്കെ ദീനമായ രോധനം. കുറച്ചു കഴിഞ്ഞപ്പോൾ ശവശരീരം ഭാവം മാറി, അനക്കം നിന്നു. ആകപ്പാടെ അസ്വസ്ഥത. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ദുർഗന്ധത്തിനനുസരിച്ച് ആള് പതുക്കെ പതുക്കെ അകലുന്നു. പക്ഷെ സ്നേഹം അവനെ നിർബന്ധിക്കുന്നു കൂടപ്പുറപ്പിന് എന്ത് സംഭവിച്ചെന്നറിയുവാൻ.
അടുക്കാൻ ശ്രമിക്കും തോറും ദുർഗന്ധം അവനെ അകറ്റും. ഒടുവിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അടുക്കാവുന്ന ഒരവസ്ഥ. അടുത്തു ചെന്നപ്പം അത്ഭുതം. തൻ്റെ കൂടപ്പിറപ്പ് കിടന്നിടത്ത് അവിടെ മരങ്ങളെല്ലാം ഇല കൊഴിഞ്ഞു കിടക്കുന്നു. മാത്രമാണോ? അല്ല, കൂടപ്പിറപ്പ് കിടന്നിടത്ത് എല്ല്, പല്ല്, മുള്ള, മുടിയ്, അതിനേക്കാൾ രസം അവിടെ കുറച്ച് പുഴു. ആ പുഴുവിനെ പിടിക്കാൻ എലി, എലിയെ പിടിക്കാൻ പൂച്ച, പൂച്ചയെ പിടിക്കാൻ പുലി. മനുഷ്യൻ മനനം ചെയ്യുന്നവനാ, മനുഷ്യൻ ചിന്തിക്കുന്നവനാ. മനുഷ്യൻ ചിന്തിച്ചു, എൻ്റെ കൂടപ്പിറപ്പ് കിടന്നിടത്ത് എങ്ങനെയാ പുഴു, എലിയും പൂച്ചയും വന്നത്? അങ്ങനെ അവനൊരു സിദ്ധാന്തം കൊണ്ടുവന്നു. അതിൻ്റെ പേരാ പുനർജന്മം. ചിലരതിനെ വിശ്വസിച്ചു, ചിലരതിനെ എതിർത്തു, ചിലരതിനെ ഭയപ്പെട്ടു. കടലിൽ പോകുന്ന മനുഷ്യൻ അനന്തതയുടെ അഗാധതയെന്ന് നടിച്ചുയർന്ന് ഞൊരഞ്ഞു പതഞ്ഞ് തീരത്തണയുന്ന തിരമാലയെ ഭേദിച്ച് അന്നന്നത്തെ അന്നത്തിന് കടലിൽ പോകുന്ന അരയൻ കടലിൽ പോകുമ്പോൾ അരയത്തി കടൽപ്പുറത്തെ കുടിലിൽ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുക. കടലിൽ പോയ അരയൻ തിരിച്ചു വന്നില്ലെങ്കിൽ അത് കണ്ണുകുത്തിപ്പൊട്ടിക്കും ആളുകൾ, കൈ തല്ലി ഒടിക്കും, കൈ കൊണ്ട് കാലും കൈയും കയറുകൊണ്ട് ബന്ധിക്കും, എന്നിട്ടവർ കടലിലെറിയും. കാരണം അരയൻ കടലിൽ പോയപ്പോൾ അരയത്തിയുടെ മനസ്സ് തൻ്റെ ഭർത്താവിങ്കിൽ നിന്ന് ഇളകി വേറെയോ ആരിലോ വന്നു. അതുകൊണ്ടാ കടലമ്മ കോപിച്ചത്, അത് അരയൻ തിരിച്ചു വരാഞ്ഞത്. അതുകൊണ്ട് ഭർത്താവ് മരിച്ച ആ കടലിൽ തന്നെ അവളെയും ഇല്ലാതാക്കണം. മതങ്ങൾ നിയമങ്ങൾ കൊണ്ട് മനുഷ്യനെ മുറുക്കി ഭയപ്പെടുത്തി കർമ്മങ്ങൾ ചെയ്യുവാൻ അവനെ പ്രേരിപ്പിച്ചു നിൽക്കുമ്പോൾ ഈ മതങ്ങളുടെ കരാളഹസ്തത്തിന്റെ അകത്തു നിന്ന് മനുഷ്യനെ വിടുവിക്കുവാൻ ഒരുവൻ ലോകത്തിൽ വന്നു. അവന്റെ പേരാ ഞാൻ പ്രസംഗിക്കുന്നു, നസ്രനായ യേശു. യേശു വന്നിട്ട് പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനാണ്. എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാൽ